നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഗൂഢാലോചനയ്ക്കുള്ള പ്രേരണ കണ്ടെത്താനുള്ള അതിജീവിതയുടെ മൊഴി കോടതി അവിശ്വസിച്ചു. പക്ഷെ ചോദ്യം ഇതാണ്, അവൾ കള്ളം പറഞ്ഞു എന്നാണോ ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? അല്ലെങ്കിൽ സത്യം തെളിയിക്കാൻ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതാണോ? നീതി തെളിവുകളുടെ തടവുകാരിയാവുമ്പോൾ അതിജീവിതയുടെ വാക്കുകൾക്ക് വിലയില്ലാതാകുമോ? മഞ്ജു വാര്യരും അതിജീവിതയും പറഞ്ഞത് ഒരേ കാര്യം, രണ്ട് സ്ത്രീകളുടെ ഒരേ മൊഴി, ഒരാൾ ഇര, മറ്റേയാൾ സാക്ഷി. എന്നിട്ടും കോടതി ചോദിച്ചത് ഒരേ ചോദ്യം. പോലീസിന് മുന്നിൽ പറഞ്ഞത് ഇതല്ലല്ലോ. സ്ത്രീകളുടെ മൊഴികൾ തമ്മിൽ ഒത്തുചേരുമ്പോഴും നീതിക്ക് തെളിവ് വേണമെങ്കിൽ സത്യം തെളിയിക്കൽ ആരുടെ ഭാരമായി തീരുന്നു? നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയ്ക്കുള്ള പ്രേരണ ഇല്ലാത്തതിനാൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്ന വിധിന്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉയരുന്ന ചോദ്യം, ഇരയുടെയും മഞ്ജു വാര്യരുടെയും ഇരയ്ക്കൊപ്പം ഉറച്ചു നിന്നവരുടെയും മൊഴികൾ എന്തുകൊണ്ട് നീതിയിലേക്ക് വഴി തുറന്നില്ല? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുവാനുള്ള മോട്ടീവ് ഇല്ലായിരുന്നു, അതായത് പ്രേരണ ഇല്ലായിരുന്നു, ഗൂഢാലോചനയ്ക്കുള്ള പ്രേരണ ഇല്ലായിരുന്നു എന്നതാണ്. ഏറ്റവും പ്രധാനമായും ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ ആശ്രയിച്ചത് സാക്ഷികളുടെ മൊഴികളാണ്. സാക്ഷികളുടെ മൊഴികൾ എന്ന് പറയുമ്പോൾ അത് മഞ്ജു വാര്യരുടെയും ഇരയുടെയും നടിമാരായ ഗീതു മോഹൻദാസിന്റെയും സംയുക്ത വർമ്മയുടെയും മൊഴികളാണ് ഇതിനായിട്ട് പ്രധാനമായും ആശ്രയിച്ചത്. അതോടൊപ്പം തന്നെ ചില സാക്ഷികൾ മാറി പറയുകയും ചെയ്തിരുന്നു കോടതിയിൽ. പക്ഷേ 4 പ്രധാന സംഭവങ്ങൾ ഇതിലേക്ക് നയിക്കുന്നതിനായി, ഈ ഗൂഢാലോചനയ്ക്കുള്ള പ്രേരണ തെളിയിക്കുന്നതിനായി പ്രോസിക്യൂഷനും പോലീസും കോടതിയിൽ ഉന്നയിച്ചതാണ്. ഇരയുമൊത്ത് ദിലീപും സംഘവും വിദേശ രാജ്യങ്ങളിൽ നടത്തിയ താര ഷോ, അതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഹാജരാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ അബാദ് പ്ലാസയിൽ നടന്ന അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിലെ വിവരങ്ങൾ, ഒപ്പം മഞ്ജു വാര്യരുടെ മൊഴികൾ, അത് അതിപ്രധാനമായിരുന്നു. മഞ്ജു വാര്യർ കാവ്യമാധവന്റെ അമ്മയുമായി നടത്തിയ കൂടിക്കാഴ്ച, അതോടൊപ്പം തന്നെ ഇരയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച, ഇതിൻ്റെ വിവരങ്ങൾ, ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കിയതാണ്. പക്ഷേ മഞ്ജു വാര്യരുടെയും ഇരയുടെയും ഒപ്പം ഇരയ്ക്കൊപ്പം ഉറച്ചു നിന്ന സാക്ഷികളുടെയും മൊഴികൾ വിശ്വാസത്തിലെടുക്കാൻ കോടതി തയ്യാറായില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കോടതി വിധിയിൽ പറയുന്നത്, അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഇവർ നൽകിയ മൊഴികൾ ഇതായിരുന്നില്ല. കോടതിയിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള മൊഴികൾ ദിലീപിനെതിരെ നൽകിയത്. അതായത് ഇരയോട് ദിലീപിന് ശത്രുതയുണ്ടായിരുന്നു, അത് തീർക്കുന്നതിന് വേണ്ടിയാണ്, ആ ശത്രുതയുടെ ഭാഗമായിട്ടാണ് ഗൂഢാലോചന നടത്തിയത് പൾസർ സുനിയുമായിട്ട്, അങ്ങനെ ഈ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്ന്. പക്ഷേ ആദ്യമായാണ് ഈ വിവരങ്ങൾ കോടതിയിൽ പറയുന്നത് ഈ സാക്ഷികൾ, ഈ പ്രധാനപ്പെട്ട സാക്ഷികൾ എന്നാണ് കോടതിയുടെ വിധിന്യായത്തിൽ ഉള്ളത്. സാങ്കേതികമായ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മോട്ടീവ് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി വിധിയിൽ പറയുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, മുൻ SP ശ്രീ സക്കറിയ ജോർജ്, സൈബർ വിദഗ്ധനായ ശ്രീ സംഗമേശ്വരൻ മാണിക്യം എന്നിവർ ചേരുകയാണ് പ്രൈം ഡിബേറ്റിൽ. ആദ്യം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മോട്ടീവ് എന്നുള്ളത്. പക്ഷേ അത് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയാണല്ലോ ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികളായിരുന്നു മഞ്ജു വാര്യർ, അതുപോലെ തന്നെ ഇരയുടെ മൊഴികൾ, അതുപോലെ ഗീതു മോഹൻദാസിൻ്റെ മൊഴി, സംയുക്ത വർമ്മയുടെ മൊഴി. പക്ഷേ കോടതി അത് വിശ്വാസത്തിൽ എടുക്കാത്തതിന് കാരണം എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തലിൽ? ഈ ഗൂഢാലോചന പ്രൂവ് ചെയ്യുന്നതിന് അടിസ്ഥാനപരമായി ഇങ്ങനൊരു ഗൂഢാലോചന ചെയ്യുന്നതിനുള്ള ഒരു മോട്ടീവ്, ഇങ്ങനെ ഗൂഢാലോചന ചെയ്ത് ഇങ്ങനൊരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെടാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാരണം വേണം. ആ കാരണം മോട്ടീവായിട്ട് ഒരു സൈഡിൽ നിൽക്കും, ഇന്ന മോട്ടീവ് എന്ന് പറയാം. ആ മോട്ടീവ് അസേർട്ട് ചെയ്യണം, 1. 2, ആ മോട്ടീവ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു ഒഫൻസ് ചെയ്യുന്നതിനായി മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഉണ്ടാകണം. വ്യക്തികൾ ഒന്നിച്ചു കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഇന്നതുപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ആലോചിച്ച് തീരുമാനമെടുക്കണം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ തീരുമാനിക്കുന്നത് എന്നത് മോട്ടീവിൽ നിൽക്കും. എന്നാൽ എപ്പോഴാണ് അങ്ങനെ തീരുമാനിച്ചത്, അതോ അങ്ങനെ തീരുമാനിച്ചോ, ആരൊക്കെ ഉണ്ടായിരുന്നു, എവിടെ വെച്ചായിരുന്നു, എപ്പോഴായിരുന്നു, ഇതൊക്കെ തെളിയിക്കണം. ഈ കോൺസ്പിറസി സൈഡ് തെളിയിക്കലാണ് എപ്പോഴും എല്ലാ കേസിലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. മോട്ടീവായിട്ട് നമുക്ക് പല കാര്യങ്ങളും പറയാം. മോട്ടീവ് ഉണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള തെളിവുകൾ കൊടുക്കാം, മൊഴികൾ കൊടുക്കാം, ഒക്കെ ചെയ്യാം. അവിടെയും നമ്മൾ ക്ലാരിറ്റി ഉണ്ടാവണം. ഒരു ജഡ്ജിയെ കൺവിൻസ് ചെയ്യാനായിട്ട്
ക്ലാരിറ്റി ഉണ്ടാകണം. നമ്മൾ ഇന്ന കേസിൻ്റെ സെൻസേഷനോ അല്ലെങ്കിൽ കേസിൻ്റെ വ്യാപ്തിയേക്കാൾ ഉപരി എവിഡൻസാണ് ഇമ്പോർട്ടൻറ്റ്. എവിഡൻസ് ആ കേൾക്കുന്ന ജഡ്ജിക്ക് കൺവിൻസിങ് ആയിരിക്കണം. അത് കൺവിൻസിങ് അല്ല എന്ന് പറയാനുള്ള അധികാരം അല്ല അവകാശം ആ കോടതിക്കുണ്ട്. ഇത്തരം വിധികൾ പറഞ്ഞ കോടതി വിധികളൊക്കെ തന്നെ അപ്പീൽ സ്റ്റേജിൽ ആ ഫൈൻഡിങ് തെറ്റാണ് എന്ന് കണ്ടെത്തലും ഉണ്ടാകാറുണ്ട്. ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഈ കേസിൻ്റെ അപ്പീൽ എടുക്കാൻ പോവുകയാണ്. ഞാൻ ഈ വിധിയുടെ കുറേ പോർഷൻസൊക്കെ വായിച്ച് നോക്കുമ്പോൾ എനിക്ക് എൻ്റേതായ ഒപ്പീനിയൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഈ സ്റ്റേജിൽ അങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് ഇപ്പോൾ ഇരയ്ക്കെതിരെ പറയുന്നതാണോ അതോ ദിലീപിനെതിരെ പറയുന്നതാണോ എന്ന രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെട്ടേക്കാം. അല്ല, അത് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് വിധി നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. നമ്മൾ ജഡ്ജിക്കെതിരെ ഒന്നും പറയുന്നില്ല. നമുക്ക് വിധിയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതിൽ ഈ വിധിന്യായത്തിൽ ഞാനും നോക്കിയപ്പോൾ ഈ മോട്ടീവ് ഭാഗമാണല്ലോ എപ്പോഴും ഒരു കൗതുകത്തോടു കൂടി നമ്മൾ നോക്കാറുള്ളൂ ഒരു ഗൂഢാലോചനയിൽ. പിന്നെ ഈ പറഞ്ഞതുപോലെ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്, ഇവർ തമ്മിൽ നേരിട്ട് നടത്തിയ ഗൂഢാലോചന, പണം കൈമാറൽ, നേരിട്ട് നടത്തിയ ചർച്ച, പണം കൈമാറൽ, അതും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മോട്ടീവിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന മൊഴികളാണ്, ഇരയുടെ ഉൾപ്പെടെയുള്ള മൊഴികളാണ്. അവിടെ കോടതി പ്രധാനമായും എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഈ പറയുന്ന ആളുകൾ, അത് ഇരയാണ്, പിന്നെ അതോടൊപ്പം മഞ്ജു വാര്യർ, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ്, ഇവർ ഇരയ്ക്കൊപ്പം ഉറച്ചു നിന്ന ആളുകൾ കൂടിയാണ്. ഏതാണ്ട് സമാനമായ മൊഴികൾ തന്നെയാണ് ഇവർ നൽകിയത് ഈ മോട്ടീവിനെ കുറിച്ച്. പക്ഷേ ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഈ മൊഴികൾ നൽകിയില്ല, ആദ്യമായി കോടതിയുടെ മുന്നിൽ പറയുകയായിരുന്നു. അത് എന്തുകൊണ്ട് സംഭവിച്ചു? അത് പ്രോസിക്യൂഷൻ്റെ ഒരു വീഴ്ചയാണോ താങ്കൾ കാണുന്നത്? അല്ല, പ്രോസിക്യൂഷൻ്റെ വീഴ്ചയല്ല. ആദ്യമായി കൊടുക്കുന്ന മൊഴികൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായി കൊടുത്തു, പ്രത്യേകിച്ച് വിക്ടിമിൻ്റെ മൊഴിയൊക്കെ വളരെ കറക്റ്റായിട്ട് കുറിച്ചെടുക്കുന്നതാണ് ആദ്യത്തെ സ്റ്റേജിൽ. അതിനുശേഷം പിന്നെ കോടതിയിൽ വരുമ്പോൾ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാൻ പാടില്ല എന്നല്ല ഞാനീ പറയുന്നത്. 161 സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ കോടതി ഇത് ചോദിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കോടതിക്ക് അതൊക്കെ നോക്കാനുള്ള അവകാശമുണ്ട്. കാരണം എനിക്ക് കൺവിൻസ്ഡ് ആകുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഞാനെന്ന ജഡ്ജിൻ്റെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ എനിക്ക് കൺവിൻസ്ഡ് ആകണമെങ്കിൽ എൻ്റെ ഒരു സംശയമാണ്, അത് എന്തുകൊണ്ട് ആദ്യം അന്ന് പറഞ്ഞില്ല, അന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും, ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊക്കെ വിധി എഴുതി വരുമ്പോൾ ഒരു എലാബറേറ്റ് ആയിട്ട് ജഡ്ജ്മെൻറ്റ് എഴുതുമ്പോൾ ആ നടന്ന ഓരോ സംഭവങ്ങളും അതിനകത്ത് എഴുതിയിരിക്കും. ആ എഴുതി എന്നതുകൊണ്ട് ഇവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. മോട്ടീവിൻ്റെ കാര്യത്തിൽ ഡിസ്ക്രെഡിറ്റ് ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 6 പേരെ ശിക്ഷിച്ചല്ലോ. മോട്ടീവിൽ നിന്നും ജനറേറ്റ് ചെയ്ത ഒരു കോൺസ്പിറസി ഉണ്ട്. ആ കോൺസ്പിറസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ കേസിൽ മാത്രമല്ല ഏത് കേസിലും കോൺസ്പിറസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രധാനപ്പെട്ട പല ട്രയലും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം അത്ര ഈസിയല്ല. കോൺസ്പിറസി ഒരു ക്ലോസ് ഡോറിൽ ആരും അറിയാതെ ഒരു സ്ഥലത്ത് നടക്കുന്നൊരു കാര്യമാണ്. അത് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സാക്ഷികൾ പൂർണ്ണമായും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിൽ പങ്കെടുത്ത ആളുകൾക്ക് മാത്രമേ എന്താണെന്ന് പറയാൻ പറ്റൂ. അവരൊക്കെ പ്രതികളാണ്. സാക്ഷികളുടെ സ്റ്റാറ്റസിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് കോടതികൾ ഒരു കൺക്ലൂഷനിലെത്തും. ആ കോടതിയുടെ ഒരു കൺക്ലൂഷൻ ഇതാണ്: ഡെഫിനറ്റായിട്ടും അപ്പീൽ സ്റ്റേജിൽ ഇത്തരം കാര്യങ്ങൾ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് വാദം നമുക്ക് നടത്താം. അങ്ങനെ ഒരു ആദ്യമേ പറയേണ്ട ആവശ്യമില്ല. 161 അതിനത്ര പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് റെലവൻ്റ് അല്ല. അതുകൊണ്ട് പിന്നെ കോടതി പിന്നീട് പറഞ്ഞതാകാം. പക്ഷെ അതൊക്കെ മോട്ടീവിൻ്റെ കാര്യത്തിലാണ്. അതായത് ഈ പറഞ്ഞ പിന്നെ സാക്ഷികൾക്ക്, വിക്ടിമിനായാലും ശരി മറ്റൊരു സാക്ഷിക്കായാലും ശരി, ഈ മീറ്റിംഗ് ഓഫ് മൈൻഡ്സിൻ്റെ പോയിന്റിലുള്ള എവിഡൻസ് കൊടുക്കാൻ കഴിയില്ല. കാരണം അവർ ഡയറക്റ്റ് കാണുന്നില്ലല്ലോ. ഇവർ രണ്ടുപേരും കോൺസ്പിറസി നടത്തുന്നത് കാണുന്നത്. ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് പ്രസൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ പോരാ. ഒരേ സ്ഥലത്ത് ഇവർ 2-3 പേർ ഒന്നിച്ചിരിക്കുന്നു, 4-5 പേർ ഒന്നിച്ചിരിക്കുന്നു എന്ന് ആ ലൊക്കാലിറ്റിയിലുണ്ടായിരുന്നു പറഞ്ഞാൽ പോരാ. അത് കോൺസ്പിറസി ആയി ഒരു മീറ്റിംഗ് ഓഫ് മൈൻഡിൽ എത്തണം. 7 ഇൻസ്റ്റൻസ് അതിന് പറയുന്നുണ്ട്. 6 തവണ ദിലീപിനെ കണ്ടതും 1 തവണ നാദിർ ഷായെ കണ്ടതും. പക്ഷേ ആ 7 എണ്ണവും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറയുകയും ചെയ്തു. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, ഞാൻ ഈ മോട്ടീവ് തെളിയിക്കുവാനുള്ള മൊഴികളിലേക്ക് അത് വായിച്ച സമയത്ത് തോന്നിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇവിടെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, വിധിന്യായത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ മഞ്ജു വാര്യർ ചില മെസ്സേജുകൾ കണ്ടതാണല്ലോ, ദിലീപിൻ്റെ ഫോണിൽ ചില മെസ്സേജുകൾ കണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്, കാവ്യ മാധവൻ്റേതായിട്ട്. അപ്പോൾ അതിൻ്റെ വർഷം പറഞ്ഞതിൽ പോലും പിന്നീട് മാറ്റി പറയുകയുണ്ടായി എന്ന രീതിയിലുള്ള വിധിന്യായത്തിലൂടെ കടന്നു പോവുകയുണ്ടായി. അപ്പോൾ ഇത് സാക്ഷി കള്ളം പറഞ്ഞതല്ല,
പക്ഷേ അത് ഈ സാങ്കേതികമായിട്ട് അതൊരു കോടതിയിൽ തെളിയിക്കേണ്ട രീതിയിലേക്ക് വന്നിട്ടില്ല എന്നാണോ താങ്കൾ കാണുന്നത്? ഞാനൊരു ഉദാഹരണം അത് പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കോടതി. അതിൽ പ്രധാനമായിട്ടും ഈ പറയുന്ന പോലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ കൊടുത്ത മൊഴിയല്ല കോടതിയിൽ പറഞ്ഞത്. 161 സ്റ്റേറ്റ്മെന്റിൽ ഇതുണ്ടായിരുന്നില്ല എന്നാണ്. അത് മഞ്ജുവിൻ്റെ കാര്യത്തിലും അങ്ങനെയുണ്ട്, ഗീതുവിൻ്റെ കാര്യത്തിലും സംയുക്ത വർമ്മയുടെ കാര്യത്തിലും ഒക്കെ ഇത് പറയുന്നുണ്ട്. ഇത് തെളിയിക്കാൻ പറ്റാവുന്നതാണ്, വിശ്വാസയോഗ്യമല്ലാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? ആക്ച്വലി നേരത്തെ സാറ് സംസാരിച്ച ഈ കാര്യങ്ങളൊക്കെ ഒരാളെ വിശ്വാസത്തിലെടുക്കുക എന്നൊരു കാര്യത്തില് പോലീസ് സ്റ്റേഷനിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് പോരാ എന്ന് തോന്നുന്നത് കൊണ്ടും പോലീസിന്റെ അടുത്ത് 3rd ഡിഗ്രി മെത്തേഡ് അടക്കമുള്ള പല പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും അത് കോടതിയുടെ മുന്നിൽ പറയുമ്പോഴാണ് അതിന് കൂടുതൽ വിശ്വാസയോഗ്യത എന്നതാണ് പൊതുവെ കോടതി കാണുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്ന കേസുകളാണെങ്കിൽ ഒരു സ്ത്രീ എന്റെ നേരെ ഇന്ന അതിക്രമങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് പോലീസിൽ മൊഴി കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ കാര്യം 164 സ്റ്റേറ്റ്മെന്റ് എടുത്ത്, അതായത് വീണ്ടും കോടതിയിൽ പോയിട്ട് മൊഴി കൊടുത്തിട്ട് അങ്ങനെയും സ്റ്റേറ്റ്മെന്റ് എടുത്ത് ചിലപ്പോൾ ആദ്യം പറയാത്ത പ്രതിയുടെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതടക്കം ഉപയോഗിച്ചുകൊണ്ട് കേസ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കോടതി തന്നെ പ്രത്യേകമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ഇതിന്റെ പ്രിൻസിപ്പിളാണ് സംസാരിക്കുന്നത്. അതായത് ഒരു സ്ത്രീ പീഡന കേസ് ഉണ്ടാകുമ്പോൾ ഒരു കോടതി പ്രത്യേകമായി സ്ത്രീ കേസ് കേൾക്കാൻ വേണ്ടി മാത്രം ഈ ജഡ്ജിനെ വെക്കുന്നു, ഒരു സ്ത്രീ ജഡ്ജിനെ വെക്കുന്നു, ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു നിയമം ആ രീതിയിൽ ചെയ്യുന്നത് ആ വിക്ടിമിന് അല്ലെങ്കിൽ ആ സർവൈവർ എന്ന് വിളിക്കുന്ന ആ വിക്ടിമിന്, പ്രോസിക്യൂട്രിക്സിന് അത്രയും കൃത്യമായി കോടതിയിൽ നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഈ റേപ്പ് തുടങ്ങിയിട്ടുള്ള ഇൻസ്റ്റൻസസ് ആയിട്ടുള്ള കേസുകളിൽ വളരെ കൃത്യമായി തന്നെ ഈ അതിജീവിതമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ആദ്യമേ സൃഷ്ടിക്കപ്പെട്ടത്. ആ ചർച്ചയിലായിപ്പോയി ഒരു പക്ഷേ ആദ്യം പറയുന്നേക്കാൾ എന്താ പറയാ കൂടുതൽ സൗകര്യം തോന്നിയിട്ടുണ്ടാവാം ഒരു പോലീസ് സ്റ്റേഷൻ, അതിന്റെ അറ്റ്മോസ്ഫിയർ, അതിന്റെ അപ്പുറത്ത് ഞാനും ജഡ്ജും മാത്രമുണ്ട് എന്ന് തോന്നുന്ന ഇടങ്ങളിൽ കുറച്ചും കൂടി നന്നായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ പറയാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. ഒരു ഡേറ്റ്, ഒരു തീയതി, എനിക്കത് ഓർമ്മയുണ്ടാവാനും വഴിയില്ല. എത്ര പഠിച്ചു വന്ന് നിന്നാൽ പോലും ഞാൻ ഓർക്കണം എന്ന് ആലോചിച്ച് വന്നാൽ പോലും ചിലപ്പോൾ അത് ആ സമയത്ത് നമ്മൾ വീണ്ടും റിക്രിയേറ്റ് ചെയ്യണ സിറ്റുവേഷൻ നമുക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത, അപ്പൊ മഞ്ജുവാര് പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യങ്ങൾ, സ്വന്തം ഭർത്താവിന്റെ ഫോണിൽ മറ്റുള്ള സ്ത്രീകളുടെ മെസ്സേജ് കാണുന്ന സമയത്ത് കണ്ണിൽ ഇരുട്ട് കയറിയിട്ടായിരിക്കും കാണുന്നുണ്ടാവും. അപ്പോ അത്തരം സമയത്തുള്ള കാര്യങ്ങളെ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ വീണ്ടും നമുക്കത് അതേ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അവർക്കത് പറ്റിയെന്ന് വരില്ലേ പറയാനായിട്ട്. ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മള് വിമൻ ജഡ്ജ് തന്നെ വേണം എന്ന് പറയുന്നത്. സ്ത്രീ സംബന്ധമായ കാര്യങ്ങൾ അത്രയും സുതാര്യതയോടെയും അത്രയും ക്ലാരിറ്റിയിലും ആ ഒരു കമ്പാഷനിലും നിന്ന് കേൾക്കാനാണ് നമ്മൾ സ്ത്രീ ജഡ്ജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രൊവിഷൻ കൂടി വെച്ച് അവരുടെ മുന്നിൽ കാര്യങ്ങൾ പറയുന്നത്. അവിടെ പോലും അത് അപ്രീഷിയേറ്റ് ചെയ്യാനോ അത് കേൾക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇഴകേറി പരിശോധിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് ഒരു റേപ്പ് ഒഫൻസിനെ കുറിച്ചാണ്. ആ റേപ്പ് ഒഫൻസ് കേവലം ഒരു റേപ്പ് ഒഫൻസ് ആയിട്ടല്ല, മറിച്ചൊരു ഗൂഢാലോചന ചെയ്യപ്പെട്ട ഒരു റേപ്പ് ഒഫൻസ് ആണ് എന്നാണ് ഈ അതിജീവിത എന്റെ മുന്നിൽ നിന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റേപ്പ് ഒഫൻസ് കേൾക്കുന്ന അതേ മനസ്സിൽ നിന്നുകൊണ്ടാണ് ഇതിന്റെ എവിഡൻസും കൂടി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധ്യം, ഒരു ജെൻഡർ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള, ഒരു എംപതിക് ആയിട്ടുള്ള, ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ബെനിഫിഷ്യൽ റീഡിംഗ് ഓഫ് ദ ലോ, ആ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലോ എന്ന് പറയുന്നതിലേക്ക് ബെനിഫിഷ്യൽ റീഡിംഗ് ഓഫ് ദ ലോ വായിച്ച് ആ രീതിയിൽ കേസ് കേൾക്കണം എന്ന് തോന്നാൻ ആ ജഡ്ജിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരു ഇൻസ്റ്റൻസ് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ പ്രേരണ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു കാരണം, അതായത് ഇരയോട് ദിലീപിന് ശത്രുത തോന്നുവാനുള്ള കാരണവും അതോടൊപ്പം തന്നെ ഇരയെ ദിലീപ് ഒരു ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഒരു ഇൻസ്റ്റൻസ്, അതൊരു ഈ പ്രേരണ ഈ മോട്ടീവ് തെളിയിക്കുന്നതിലൊരു പ്രധാനമായിരുന്നുവല്ലോ. അതൊരു യൂറോപ്യൻ ടൂറുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ
ബസ്സിൽ താരങ്ങളുണ്ടായിരുന്നു, മറ്റു താരങ്ങളും ഉണ്ടായിരുന്നു. അവരാരും പക്ഷേ ദിലീപിനെതിരെ മൊഴി കൊടുത്തില്ല. പക്ഷേ ഇരയുടെ മൊഴി എന്നെ ഭീഷണിപ്പെടുത്തി ദിലീപ് എന്നാണ്. കാരണം മഞ്ജു വാര്യരോട് താനാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്, അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ അത് തിരുത്തി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയെന്നാണ്. ഇത് പ്രോസിക്യൂഷൻ അത് കോടതിയിൽ വാദിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ഡിഫൻസ് വക്കീൽ വാദിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ബസ്സിലെ യാത്ര കഴിഞ്ഞ് റിഹേഴ്സലും ഒക്കെ കഴിഞ്ഞ് ഷോയിൽ ഇവർ സന്തോഷത്തോടു കൂടി പങ്കെടുത്തല്ലോ എന്നാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അങ്ങനെ ദിലീപ് ഭീഷണിപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ, അങ്ങനെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് സന്തോഷത്തോടു കൂടി ഷോയിൽ പങ്കെടുക്കുക, റിഹേഴ്സൽ പങ്കെടുക്കുക എന്നുള്ള ചോദ്യമാണ്. കോടതിയുടെ ഉത്തരവിലും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. റിഹേഴ്സലിൻ്റെ കാര്യമല്ല, ഷോയിൽ ഒരുമിച്ച് പങ്കെടുത്തുവെന്ന്. പക്ഷേ റിഹേഴ്സൽ സമയത്ത് ഇര സന്തോഷത്തോടു കൂടിയല്ല പെരുമാറിയത് എന്നും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഷോയിൽ സന്തോഷത്തോടു കൂടി പങ്കെടുത്തു എന്നുള്ളത് ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നതിനൊരു തെളിവായി വരേണ്ടതാണോ ശ്രീമതി ആശ ഉണ്ണിത്താൻ? കോടതി സിനിമയോ നാടകമോ ഡാൻസോ കാണാത്ത ആൾക്കാരാണെന്ന് ഞാൻ വിചാരിക്കണില്ല കോടതിയിലിരിക്കുന്ന ജഡ്ജസ്. ഒരു ഇപ്പം പേഴ്സണലി എനിക്ക് ഒരു വലിയ സങ്കടം ഉണ്ടായിട്ടിരിക്കുന്ന സമയത്ത് പോലും കോടതിയിൽ വന്നിരുന്ന് കേസ് കേൾക്കുമ്പോൾ എന്റെ അച്ഛൻ മരിച്ചുപോയ സങ്കടമല്ല ഞാൻ മനസ്സിൽ വെക്കുക. എന്റെ മുന്നിൽ വരെ നോക്കിയിട്ട് കോടതി പെർഫോം ചെയ്യാണ് വേണ്ടത്. അതുപോലെ വാദിക്കുന്ന വക്കീലാണെങ്കിലും പല സമയത്തും അവനവന്റെ വീട്ടിലെ വലിയ സങ്കടങ്ങൾ അനുഭവിച്ചിട്ടോ അല്ലെങ്കിൽ പലതും അനുഭവിച്ചിട്ട് വന്നെന്ന് വാദിക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അവിടെ അഭിനയിക്കുക പോലുമല്ല, ഞങ്ങള് ഒരു ജോലി പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ മാറ്റി വെച്ച് പെർഫോം ചെയ്യും. ഇത് ഇവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അഭിനയം കൂടിയാണ്. ഓക്കെ, നമ്മളുടെ പ്രൊഫഷൻ അഭിനയമല്ല, എന്നിട്ട് പോലും നമ്മൾ അവിടെ നിന്ന് അഭിനയിക്കും. കാരണം നമ്മുടെ സങ്കടങ്ങളെ മാറ്റി വെച്ചിട്ട് നമ്മൾ അതർ മാനയിൽ നിന്ന്, പ്രൊഫഷണൽ മാനയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അഭിനയം പ്രൊഫഷൻ ആയിട്ടുള്ള ആളുകള് അവരെ സങ്കടങ്ങൾ എത്ര കൃത്യമായി ഉള്ളിൽ ഒതുക്കിയിട്ടായിരിക്കും അവർ അഭിനയിക്കുന്നുണ്ടാവുക. എല്ലാവരെയും നമുക്ക് ഇഷ്ടാവില്ല കൂടുതൽ അഭിനയിക്കുന്ന ആളുകളെ. പല രീതിയിലും പലരുമായിട്ട് പല വിഷയങ്ങളുണ്ടാവും. പക്ഷെ ഞാനൊരു എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് പണവും മേടിച്ച് അഡ്വാൻസും മേടിച്ച് യൂറോപ്പ് പോലെയുള്ള രാജ്യം വരെ യാത്ര ചെയ്ത് വന്ന് ഇത് പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ കളയുകയാണോ? അവിടെ ഞാൻ വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ഇവരെ ഒന്നിനും കൂട്ടില്ല എന്ന് പറഞ്ഞ് എല്ലാ അവസരങ്ങളും നിഷേധിക്കുകയാണ് വേണ്ടേ? ആരാണെങ്കിലും ശരി, അതൊരു ശത്രു ആണെങ്കിലും ശരി, ആ സ്റ്റേജിൽ നിന്ന് അവര് അഭിനയിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരൊരു അഭിനേത്രിയാണെന്ന് തെളിയിക്കുന്ന കാര്യം. അവർക്ക് അഭിനയിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവർ എത്രോളം വിഷമിച്ചിട്ട് കൂടിയൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ടാവാം. റിഹേഴ്സൽ സമയത്ത് അവർക്ക് പറ്റിയിട്ടില്ല. ഈ കൂടെ നിന്ന മനുഷ്യരൊന്നും അവരൊപ്പം നിന്നില്ല എന്ന്, അതൊക്കെ കൂറുമാറിയ മനുഷ്യരാണല്ലോ ഓൾറെഡി. ആ ബസ്സിൽ സഞ്ചരിച്ച ആളുകൾ മുഴുവനും ആദ്യം പറഞ്ഞ മൊഴികളല്ലോ പിന്നീട് പറയുന്നത്. പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞ ഒരാളുടെ മൊഴി നമ്മൾ കണ്ടു, പിന്നീട് ആ മൊഴി ഇല്ല. പക്ഷെ എഴുതി വെച്ചത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ശരിയാണ്. അത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇതിനകത്ത് ശ്രീമതി ആശ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന മറ്റുള്ളവർ ദിലീപിനെതിരെ മൊഴി നൽകിയില്ല. പക്ഷേ ഇര തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഇരയ്ക്കൊപ്പം മൊഴി നൽകിയ മറ്റുള്ളവർ. പക്ഷെ അവരുടെ മൊഴികൾ വിശ്വാസത്തിലെടുത്തില്ല. അതിന് ഈ കാര്യമാണ് പറഞ്ഞത്. അന്വേഷണ ഉദ്യോഗസ്ഥർ എല്ലാ തവണ എല്ലാ പേജുകളും വായിച്ചു നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഈ ഒരൊറ്റ കാരണമാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തിൽ എടുക്കാതിരിക്കാൻ. അതായത് ഈ മോട്ടീവ് എന്താണെന്ന് പോലീസും പ്രോസിക്യൂഷനും പിന്നീട് തീരുമാനിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണല്ലോ അത് വരുന്നത്, അല്ലേ? അതുകൊണ്ടാണല്ലോ അത് അവിശ്വസനീയം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിൽ അതാണല്ലോ ഒന്ന് ഇടപെട്ടോട്ടെ. മോട്ടീവ് ഇതെപ്പോഴാണ് കണ്ടെത്തുന്നത്? ഒരു പെൺകുട്ടിയുടെ നേരെ അതിക്രമം ഉണ്ടായി എന്ന് പറഞ്ഞ് പോലീസ് കേസ് ആദ്യം FIR ഇടുമ്പോ ഈ മോട്ടീവ് ഉണ്ടോ? ഇല്ല. അത് പിന്നീട് സംസാരിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതിയെ കിട്ടി, പ്രതി പറഞ്ഞ് പിന്നീട് അറിയുമ്പോഴല്ലേ എന്നെ ആക്രമിക്കുമ്പോൾ എനിക്കറിയോ ഇന്നതൊക്കെയാ കാരണം ഇല്ലല്ലോ. പിന്നെ പ്രതി പറയുമ്പോഴാണ് ഇങ്ങനെയാണ് കാരണം. അപ്പോ അല്ലാണ്ട് ഈ പ്രതിക്ക് എന്നെ ഉപദ്രവിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോഴാണ് മറ്റാള് അങ്ങനെ നമ്മളും ആലോചിക്കണം, ശരിയാണല്ലോ അയാൾ എന്നോട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് പറഞ്ഞ് നമ്മൾ ബാക്കിലേക്ക് നമ്മളോട് ഫ്ലാഷ് ബാക്ക് എടുത്ത് ചോദിച്ച് മനസ്സിലാക്കല്ലേ ചെയ്യുന്നത്. ആദ്യം കണ്ട വഴിക്ക് വന്നിട്ട് എനിക്ക് ഈ ഭൂമിയിൽ ഇത്രയധികം ആളുകൾ ശത്രുക്കളുണ്ട്, അവർക്കൊക്കെ എന്നോട് മോട്ടീവ് ഉണ്ടാവാം എന്ന് പറഞ്ഞ് കുറെ മോട്ടീവുകൾ നിരത്തി വെച്ച് കുറെ ആളുകളുടെ പേര് നിരത്തി വെച്ച് അതിൽ നിന്ന് തെരഞ്ഞെടുക്കല്ല ചെയ്തത്. അതെന്താ മനസ്സിലാക്കാത്തത്? 161 ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ മൊഴികൾ വിശ്വാസത്തിലെടുക്കാത്തതിനെ കുറിച്ചാണ് അവരുടെ വ്യൂ പോയിന്റ് അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനും പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഡേറ്റുകൾ ഓർത്തെടുക്കുന്ന കാര്യത്തിലും അങ്ങനെയാണല്ലോ. പ്രധാനമായിട്ടും ഈ പ്രേരണ കണ്ടെത്തുവാനുള്ള 3 പ്രധാന ഡേറ്റുകളായിരുന്നു 2012 ഫെബ്രുവരി 12, 13, 14.
മഞ്ജു വാര്യർ ഈ മെസ്സേജുകൾ കാണുന്ന ദിവസം 12-ാം തീയതി, 13-ാം തീയതി കാവ്യ മാധവൻ്റെ അമ്മയോട് ഇക്കാര്യം സംസാരിക്കുന്നത്, 14-ാം തീയതി ഇരയുടെ വീട്ടിൽ ചെല്ലുന്നത്. അതിൽ ഇരയുടെ വീട്ടിൽ ചെല്ലുന്ന ദിവസം 14-ാം തീയതി വാലന്റൈൻസ് ഡേ ആയതിനാൽ അത് ഇര കൃത്യമായിട്ട് ഓർത്തെടുക്കുന്നുണ്ട്. പക്ഷേ മഞ്ജു വാര്യർക്ക് ആദ്യം നൽകിയ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഫെബ്രുവരി 2012 എന്ന് പറയുവാനേ കഴിഞ്ഞുള്ളൂ. അത് ഈ മൊഴിയിൽ വിശ്വാസ്യതയില്ലായ്മയായിട്ട് പിന്നീട് വരികയും ചെയ്തു. നമ്മളെ ഒരാളുടെ മൊഴി വിശ്വസിക്കേണ്ടെന്ന് ശരി, ആശ വരാം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നോടാണോ? അതെ ഷാ. ഞാനിപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ പക്കാ ലീഗലായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് സംസാരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാർട്ട് ബേൺ ഉണ്ട് ഇത് സംസാരിക്കുമ്പോൾ. നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന 210-ാമത്തെ പാരഗ്രാഫിൽ ജഡ്ജ്മെൻ്റ് 210-ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അതിനകത്ത് പറയുന്നത് 161 സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു നടിയുടെ അമ്മയുമായിട്ടും മറ്റ് 2 നടിമാരുമായും സംസാരിച്ചു എന്ന് കോടതിയിൽ പറഞ്ഞ കാര്യം 161ൻ്റെ സമയത്ത് പറഞ്ഞിട്ടില്ല. ഒരു നടിയുടെ അമ്മയുടെ പ്രതിയുമായി ബന്ധപ്പെട്ട ഒരു നടിയുടെ അമ്മയോട് സംസാരിച്ചത് ക്രൂഷ്യലാണ്, കാരണം അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്നൊരു ചോദ്യം. ആ ചോദ്യം ടോട്ടലി ഇറിലവൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ നേരത്തെ ആശ പറഞ്ഞപ്പോൾ ഒരു സപ്രസ് ചെയ്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ പറയാൻ പാടില്ലാത്ത കാര്യമല്ല അത്. ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനോട് അത് പറയുന്നതിന് എന്താ തടസ്സം? അമ്മയോട് പറഞ്ഞിരുന്നു, അതുപോലെ ഇന്ന ആളുകളോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നതിന് തടസ്സമില്ലാത്തൊരു കാര്യം, അല്ലാത്ത വിഷയമല്ല ഈ പറഞ്ഞത്. അല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയാൻ കൊള്ളാത്ത പറയാൻ ഒരു മനസ്സ് ഒരു പെൺകുട്ടിക്ക് കഴിയാത്ത ഒരു കാര്യമൊന്നും അല്ലത്. അപ്പോൾ അവരുടെ പേര് പറയണോ എന്നാ പെൺകുട്ടി അവരുടെ പേര് പറയണോ, അവരെ കൂടെ ഇതിലേക്ക് വലിച്ചിഴക്കണോ എന്നുള്ള കാര്യം അങ്ങനെ ചിന്തിച്ചാലോ അങ്ങനെയും വരാമല്ലോ. ഇത് 2012 നടക്കുന്ന സംഭവത്തെ കുറിച്ച് 2017 മൊഴി നൽകുന്നതാണ് കേട്ടോ. എന്താണെന്നറിയാമോ അത് റിലവൻ്റ് ആകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? റിലവൻ്റ് ആകുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർ പുറത്ത് യാത്ര ചെയ്തിട്ട് തിരിച്ചു വന്നു, അതിനെ സംബന്ധിച്ചിട്ട് വിക്ടിമിൻ്റെ ഒരു മൊഴിയുണ്ട്. പക്ഷെ അവരോടൊപ്പം കൂടെ പോയി യാത്ര ചെയ്ത മുഴുവൻ ആളുകളും ഹോസ്റ്റലായി. മനസ്സിലാക്കണം, അതിൻ്റെ ഒരു അപകടമാണ്. ആ അപകടം ആ മൊഴിക്കുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ഇല്ല എന്ന് പറയുന്ന ആളുകളാണ് മറ്റവർ. അപ്പോൾ ഇതിന് ഘടകവിരുദ്ധമായ മൊഴികൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്ന അവസ്ഥ വരുമ്പോൾ ജഡ്ജിക്കൊന്നും ചെയ്യാനില്ല, ജഡ്ജിക്കാനൊന്നും ചെയ്യാനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇങ്ങനെ ചോദിച്ചു കൂടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ആശ പറഞ്ഞതുപോലെ പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നില്ല അവിടെ പറയാതിരുന്നത്. വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമായിരുന്നു. കാരണം വളരെ ക്രൂഷ്യലാണ്. കാരണം ഈ മോട്ടീവുമായി വളരെ കണക്റ്റഡ് ആണ് ആ നടിയുടെ അമ്മയോട് ഞാനത് പറഞ്ഞു എന്ന് പറയുന്ന മൊഴിയുണ്ടല്ലോ, അത് ഇൻറ്റൻഷനലായിട്ട് അത് സപ്രസ് ചെയ്തതാണോ, അതെന്തുകൊണ്ട് അത് പറയാതിരുന്നു എന്നൊരു ചോദ്യം കഴമ്പില്ലാത്തതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതിലേക്കൊന്നും ഇപ്പം നമ്മൾ ചർച്ച കൊണ്ടുവരുതെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇത് കോടതിയിൽ ഇപ്പോൾ ഗവൺമെൻറ് നല്ല കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഡയറക്ടറുള്ള പ്രോസിക്യൂഷനും പേർപ്പെടുത്തിയ ആളുകളും ഒക്കെ ഉണ്ട്. അവരത് നല്ല രീതിയിൽ അതിനെ കേസ് ജയിക്കുന്ന തരത്തിലുള്ള പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് കോടതിയിൽ വാദിക്കാൻ. അത് ശരിയാണ്. പക്ഷേ അത് നമുക്ക് ഈ വിധിന്യായത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരരുത് എന്നില്ലല്ലോ. വിധിന്യായം എന്ന് പറയുന്നത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്, ആളുകൾക്ക് അറിയാം. നമ്മളത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എന്റെ പരിമിതി ഞാൻ പറയാം. അത് ശരിയാണ്, നിങ്ങൾക്ക് പറയാം, അത് നിങ്ങൾക്ക് പറയാം. ഒരു അഭിഭാഷകന്റെ സ്റ്റാറ്റസിലിരുന്നു കൊണ്ട് ആ കേസിൻ്റെ ലാപ്സസിനെ കുറിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു കേസിൽ ശരിയല്ല, അത് പറയാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പ്രത്യേകിച്ച് വല്ലാതെ ജുഡീഷ്യറിക്കെതിരെ വല്ല രീതിയിൽ സംസാരിക്കും, അതിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റും ക്രിമിനൽ കണ്ടംപ്റ്റും ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാറ്ററാണ്. ജുഡീഷ്യറിക്കെതിരെ പറയുന്നില്ലല്ലോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ജുഡീഷ്യറിക്കെതിരെ പറയുന്നില്ല. ഇതാണ് സംഭവിച്ചത്. അല്ല, ഈ കോടതിയെ നമ്മൾ കുറ്റം പറയുന്നതേ ഇല്ല. നമ്മൾ വിധിന്യായം പബ്ലിക് ഡൊമൈനിൽ സംസാരിക്കുന്നു എന്നതേ ഉള്ളൂ. അതിന് തെറ്റില്ലല്ലോ അല്ലേ? അതിന് തെറ്റില്ലാത്ത കാര്യമാണ്. വിധിന്യായത്തെ പറയുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറ്റം പറയുന്നില്ലല്ലോ. വിധിന്യായത്തെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കുറ്റം എന്ന് പറയുന്നത് അതിൻ്റെ റീസണിങ് എനിക്ക് അക്സെപ്റ്റബിൾ അല്ല എന്നാണ് പറയുന്നത്. വിധിന്യായത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിധിന്യായത്തിൽ ഇന്നതൊക്കെ പറഞ്ഞിരിക്കുന്നു, അതിൻ്റെ റീസണിങ് എനിക്ക് അക്സെപ്റ്റബിൾ അല്ല, ഇന്ന എവിഡൻസസ് കൂടെ അപ്രീഷിയേറ്റ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇന്നത് അപ്രീഷിയേറ്റ് ചെയ്ത് ശരിയായില്ല, അങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അല്ലാതെ ജഡ്ജി അതങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി, ജഡ്ജി മനഃപൂർവ്വം ചെയ്തതാണ്, അങ്ങനെ പറയരുത്. അങ്ങനെ പറയുമ്പോൾ അതിനൊരു വേറൊരു സ്വഭാവം വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതിന് പകരം തൽക്കാലം അങ്ങനെയുള്ള ആസ്പെക്ട്സിലൊക്കെ തിരിച്ചു മറിച്ചു ഒപ്പീനിയൻസൊക്കെ ഉണ്ട്.
അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് മഞ്ജുഷിന് മനസ്സിലാവുന്ന എനിക്ക് മനസ്സിലായി, എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി. ഞാൻ അതാണ് പറഞ്ഞത്, ജഡ്ജിയെ പറഞ്ഞിട്ടുമില്ല. അത് മാത്രമല്ല, വിധിന്യായത്തിലൂടെ കടന്നു പോയപ്പോൾ കണ്ട സംശയങ്ങൾ അതാണ് ഉന്നയിച്ചത്. അത് ഉന്നയിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീ സക്രിയ ജോർജ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ മഞ്ജു വാര്യരുടെയും അതുപോലെ തന്നെ ഇരയുടെയും പിന്നെ അവർക്കൊപ്പം നിന്ന നടിമാരുടെയും മൊഴികൾ ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ അവിടെ പ്രേരണ തെളിയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല, മോട്ടീവ് തെളിയിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇത് നമ്മുടെ സമൂഹത്തില് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു എന്നുള്ള ഒരു സത്യമാണ്. ആ കേസിലേക്ക് ഒരു പ്രൊഫഷണൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടന്നോ എന്നും ഒരു തറോ പ്രൊഫഷണൽ ജുഡീഷ്യൽ ട്രയൽ നടന്നോ എന്നും നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളിത് പറയുമ്പം നമ്മുടെ നവീൻ അറോറ വേഴ്സസ് ഡൽഹി ഹൈക്കോടതി ജഡ്ജ്മെന്റിനകത്ത് ലോകത്തിന് തന്നെ നൽകിയ ജഡ്ജ്മെന്റ് ഉണ്ട്. A judge should always think that he is a judge and he too will be judged എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ജഡ്ജ്മെന്റിനെ പറ്റി പറയും. പക്ഷെ പേഴ്സണലായിട്ട് ആരും ഒന്നും പറയാൻ പാടില്ല. ഇത് ലോകത്തെ എവിടാണെങ്കിലും, ഇനിയിപ്പോ ഒരാള് അന്റാർട്ടിക്കയിൽ പോയി നിന്നിട്ട് ഈ ജഡ്ജ്മെന്റ് ഒന്ന് നോക്കി വായിച്ചു അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു പറഞ്ഞ് കണ്ടന്റ് ഓഫ് കോർട്ടൊന്നും പറ്റത്തില്ല. ആ കണ്ടന്റ് ഓഫ് കോർട്ടിന്റെ കാര്യങ്ങളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബർ 10 സുപ്രീം കോടതി തന്നെ വ്യക്തമായി പറഞ്ഞു, വിനീത ശ്രീനന്ദൻ വേഴ്സസ് മുംബൈ ഹൈക്കോർട്ട്. അപ്പം അതിനകത്ത് കോടതിയെ വളരെ മോശമായി വിമർശിച്ചു. അത് ആക്ച്വലി കടന്നുപോയെന്നുമാണ്. എന്നിട്ടും കോടതി പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞു, ദ പവർ ടു പണിഷ് നെസസറിലി ക്യാരീസ് വിത്തിൻ ദി കൺകമിറ്റന്റ് പവർ ടു ഫർഗീവ്. അതൊക്കെ വിട്ടുവീഴ്ച വേണം. കാര്യം ജനങ്ങൾ സങ്കടപ്പെടുമ്പോഴൊക്കെ പലതും പറയും. ഇപ്പൊ ഞങ്ങളെ ചീത്ത വിളിക്കാറില്ലേ പോലീസിലായിരുന്ന സമയത്ത് നാട്ടുകാർ നമ്മളെ പലതും പറയും. ചർച്ചകളിൽ വരുമ്പോൾ പറയത്തില്ലേ? അപ്പൊ നമ്മുടെ ആവശ്യം എന്താണ്? ഈ ചർച്ചകളിൽ കൂടിയൊക്കെ നമ്മുടെ സമൂഹത്തിനെ പ്യൂരിഫൈ ചെയ്യുക. പ്രേരിപ്പിക്കണ്ട കേട്ടോ. എന്തോ തിരിച്ചും ജഡ്ജ്മെന്റ് ഉണ്ട്, അതുകൊണ്ടാ. ഏത്? ആ ജഡ്ജ്മെന്റ് വെച്ചിട്ട് പ്രേരിപ്പിക്കേണ്ട ആളുകളെ കണ്ടംപ്റ്റ് ചെയ്യാനായിട്ട്. ആ ജഡ്ജ്മെന്റിന് നേരെ ഘടകവിരുദ്ധമായ ജഡ്ജ്മെന്റ് വേണമെങ്കിൽ ഞാൻ അയക്കാം. കാരണം സുപ്രീം കോടതി പറഞ്ഞ ജഡ്ജ്മെന്റിൽ പല കാര്യങ്ങളിലും പല പോയിന്റിലും ഇന്റർപ്രിട്ടേഷൻ ആ ഫാക്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. നമ്മൾ കണ്ടംപ്റ്റ് ആകില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെയൊക്കെ. നമ്മളതിന് പ്രേരണ കൊടുക്കുന്ന അഭിപ്രായം എനിക്കുണ്ട്. അതിലേക്ക് ചർച്ച പോകേണ്ട. നമ്മൾ കോടതി ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ചല്ല ചർച്ച. അതിലേക്ക് പോകേണ്ട. കോടതി ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ചല്ല ചർച്ച. അല്ലല്ല ഞാൻ പറയട്ടെ സക്രിയ ജോർജ്, താങ്കൾക്ക് ഇതിലുള്ള നിരീക്ഷണം എങ്ങനെയാണ്? ഈ മൊഴികൾ ഈ മോട്ടീവ് തെളിയിക്കാൻ പര്യാപ്തമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് പ്രോസിക്യൂഷന്റെ വീഴ്ച കൂടിയാണല്ലോ. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പറഞ്ഞ ആ മൊഴിയല്ല ഈ സാക്ഷികൾ, പ്രോസിക്യൂഷൻ സാക്ഷികളാണല്ലോ അവർ കോടതിയുടെ മുന്നിൽ പറഞ്ഞത്. അല്ല, ഞാൻ അതിലേക്ക് കടക്കാം. ഇത് ഡിസംബർ 10, 2025 ഇറങ്ങിയതാണ്. ദിസ് ഈസ് ദ ലേറ്റസ്റ്റ് ഓർഡർ. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, വെൻ ദർ ഈസ് എ ഡിസ്പ്യൂട്ട് ഓവർ എ മാറ്റർ ദ ലേറ്റസ്റ്റ് വിൽ പ്രിവെയിൽ ഓവർ ഫോമർ. അപ്പൊ ഇതാണ് ഡിസംബർ 10 ശേഷം കണ്ടന്റ് ഓഫ് കോർട്ട് 2025 ശേഷം കണ്ടന്റ് വന്നിട്ടില്ല. ആരെയും പ്രോംപ്റ്റ് ചെയ്യുന്നില്ല. ജുഡീഷ്യയെ നമ്മള് റെസ്പെക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നാഷണൽ ആന്തം പാടുമ്പോൾ ദേശസ്നേഹമുള്ള ഒരാളെ എഴുന്നേറ്റിരിക്കാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അത് പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അധ്യാപകര് എക്സാമ്പിൾ സൈറ്റ് ചെയ്ത ആൾക്കാർ വന്നു കഴിഞ്ഞു. ജുഡീഷ്യറി നമുക്ക് ആവശ്യമാണ്. ഇവിടുത്തെ മിക്ക പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സും ബ്യൂറോക്രസി എല്ലാം കറപ്റ്റ് ആയിട്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ അവസാനത്തെ അഭയ കേന്ദ്രമാണ് കോടതി. അപ്പൊ ആൾക്കാർക്കെല്ലാം കോടതിയോട് വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ചില ജഡ്ജ്മെന്റുകൾ വരുമ്പോൾ സുപ്രീം കോടതി തന്നെ തന്നിട്ടുണ്ട്. ഇനി ദേവൻ രാമേന്ദ്രൻ സാറിന്റെ വിക്ടിം ഓറിയന്റഡ് ജസ്റ്റിസ് തോമസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ആ വിധിക്കകത്ത് വ്യക്തമായി പറയുന്നുണ്ട് വിക്ടിമിന്റെ റോൾ എന്താണെന്ന്. വിക്ടിമിന് വേണ്ടുന്ന എല്ലാ പ്രൊട്ടക്ഷൻ കൊടുക്കണം, ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കണം, പ്രോസിക്യൂഷൻ കൊടുക്കണം, റിപ്പറേഷൻ ഉണ്ട് അതിൽ കൊടുക്കണം. ഇതെല്ലാം ഗോൾഡൻ ലെറ്റേഴ്സില് ഈ പൊതുസമൂഹത്തിന് വേണ്ടി എഴുതിയതാണ്. മളിമത്ത് കമ്മിറ്റി വിക്ടിം ഓറിയന്റഡ് ജസ്റ്റിസ് അത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് എന്തിന് കൂടുതൽ പോകുന്നു? അംബിക പ്രസാദ് ജഡ്ജ്മെന്റ്. അംബിക പ്രസാദ് വേഴ്സസ് ഡൽഹി പറയുന്നു, ഇൻ കേസ് ഓഫ് ഡിഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ it would be improper to acquit the accused if the case is otherwise established conclusively. A criminal trial is meant for doing justice to the accused, the victim and the society. ഇവിടെ ചിലപ്പോൾ സൊസൈറ്റിയെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാനും കേട്ടു. അത് സൊസൈറ്റിക്ക് വേണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇത് ലോ ഓഫ് ദ ലാൻഡ് ആണ്. ഇപ്പം UPSCRTC വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എ ഡിസിഷൻ once taken by the Supreme Court that cannot be altered by anybody down under.
ഇത് ഫോളോ ചെയ്യണം. ഈ പറയുന്ന അംബിക പ്രസാദ് ജഡ്ജ്മെന്റ് ഇവിടെ പാലിക്കണം. എ ജഡ്ജ് ഡസ് നോട്ട് പ്രിസൈഡ് ഓവർ ക്രിമിനൽ ട്രയൽ merely to see that no innocent man is punished. A judge also presides to see that a guilty man does not escape. One is important as the other. Both are public duties which the judge has. ശരി ശ്രീ സക്രിയ ജോർജ്, നമ്മൾ ആ വിഷയത്തിലേക്ക് ഒരുപാട് പോകേണ്ട. ഞാൻ ഈ കേസിന്റെ മെറിറ്റിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഒരു കാര്യം കൂടി ഇതിനകത്ത് ഈ നടിയുടെ അവസരങ്ങൾ തടസ്സപ്പെടുത്തി, മാത്രമല്ല നടിക്ക് ഇനി സിനിമാ ലോകത്ത് ഭാവി ഉണ്ടാകില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണല്ലോ, ഭീഷണിയുടെ രൂപത്തിൽ വന്നുവെന്ന്. അതും ഈ മോട്ടീവിന്റെ സൈഡിൽ പ്രോസിക്യൂഷൻ ബാധിച്ച കാര്യങ്ങളാണ്. പക്ഷെ അവിടെയും ഈ നടിയുടെ ഇന്റർവ്യൂ തന്നെ എടുത്തു വെച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ബാധിച്ചത്. അതും കോടതി അംഗീകരിക്കുകയായിരുന്നു. കാരണം അതേ സമയത്ത് തന്നെ ഓരോ വർഷവും 2 സിനിമകളിലെങ്കിലും അഭിനയിക്കുവാനുള്ള അവസരം ഉണ്ടായിരുന്നു ആ നടിക്ക്. അപ്പോൾ പ്രോസിക്യൂഷന്റെ മറ്റൊരു വാദം അത് ചെറിയ ചെറിയ സിനിമകളിലായിരുന്നുവെന്ന്. പക്ഷേ ആ സിനിമകളുടെ സംവിധായകർ എന്ന് പറയുന്നത് ഈ ദിലീപിന്റെ കൂട്ടുകാരായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് തടയപ്പെടുമായിരുന്നു എന്നുള്ള വാദം ഉന്നയിച്ചപ്പോൾ അതും കോടതി അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ മോട്ടീവ് സൈഡിൽ വീക്കം ചെയ്യുവാനായിട്ട് ഇതും ഒരു പ്രേരകമായി മാറിയില്ലേ? നോക്കൂ, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഈ നടിയുടെ ലൈഫ്. ഈ നടിയുടേന്ന് മാത്രമല്ല, ദിലീപ് എന്നൊരു മനുഷ്യന്റെ കൃത്യമായ മോഡസ് ഓപ്പറന്തിയിൽ അദ്ദേഹമായി തെറ്റുന്ന എല്ലാവരുടെ കരിയറും കൃത്യമായി തന്നെ അദ്ദേഹം നശിപ്പിച്ചിട്ടുണ്ട് എന്നതിന് സാക്ഷികൾ, അനുഭവിച്ച സാക്ഷികൾ കൃത്യമായി വന്ന് പല വേദികളിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ നടിയുടെ കാര്യത്തിലും ഇതിന് ശേഷം ഈ നടിക്കൊപ്പം നിന്ന മുഴുവൻ നടിമാരുടെ കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. WCCയിൽ വന്നിട്ടുള്ള എല്ലാ നടിമാരുടെ കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് എത്രത്തോളം ഇവരെ ബുദ്ധിമുട്ടിച്ചത്. അപ്പോൾ ഒരു വർഷം 2 സിനിമ എന്നൊക്കെ പറഞ്ഞ് ദിലീപിന്റെ ആളുകൾ ചെയ്തു എന്ന് പറയുമ്പോൾ കൃത്യമാണ് നമ്മൾ പറയുന്ന മറ്റൊരു എലിഗേഷൻ, ദിലീപിന്റെ പിടിയിൽ തന്നെയാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ദിലീപിന്റെ അൺഡ്യൂ ഇൻഫ്ലുവൻസിലാണ് എല്ലാ കാര്യങ്ങളും നടന്നതെന്ന് തന്നെ ഇതിൽ നിന്ന് വ്യക്തമായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കല്ല ഇത് വായിക്കേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരി, ശ്രീ സംഗമേശ്വരൻ മാണിക്യം കൂടി ചേരുകയാണ്. അദ്ദേഹം USA നിന്നാണ് ഈ ചർച്ചയിൽ ചേരുന്നത്. അദ്ദേഹം സൈബർ വിദഗ്ധനാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയമുള്ളതാണ്. ശ്രീ സംഗമേശ്വരൻ മാണിക്യം, താങ്കൾ ഈ മെമ്മറി കാർഡിന്റെ വിഷയത്തിൽ ഒരുപാട് തവണ ചർച്ചയിൽ പങ്കെടുത്തതാണല്ലോ. കോടതിയുടെ നിരീക്ഷണങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ജഡ്ജ്മെന്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതിന്റെ ഹൈ ലെവലില് ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില ഏരിയസിൽ ജഡ്ജ്മെന്റ് ചില ഏരിയാസിൽ അവർ മെൻഷൻ ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറൻസിക് ഇമേജ്, ഈ മെമ്മറി കാർഡിന്റെ ഫോറൻസിക് ഇമേജ് മാർച്ച് 1, 2017 ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ ലാസ്റ്റ് ആക്സസ് ഡേറ്റ്, അതായത് January 10, 2018 ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്, അതായത് ഒരു ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോ ഈ ഡിവൈസുകൾ ഏത് ഡിവൈസിലാണോ ഇതിട്ട് കോപ്പി ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ ഡേറ്റ്സും ടൈമും ഒന്നും സിങ്ക്രണൈസ്ഡ് ആയിരുന്നില്ല. അപ്പൊ അവിടെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പൊ റൈറ്റ് ഫ്രം ദാറ്റ് പോയിന്റ് ദർ ഇസ് എ പ്രോബ്ലം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പല എക്സിബിറ്റ്സിലും, അതിപ്പോ എക്സിബിറ്റ്സ് മെയിനായിട്ട് ഈ മെമ്മറി കാർഡ് എക്സിബിറ്റ് P262 ആണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിൽ അവർ പറയുന്നത് 2 റിപ്പോർട്ട് ആക്ച്വലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സിബിറ്റ് 263, അതാ ഇനീഷ്യൽ മെമ്മറി കാർഡിന്റെ കളക്ഷൻ ടൈമിലുള്ള അനാലിസിസും അതിന്റെ ബേസിസ് ചെയ്തിട്ടുള്ള അതിന്റെ ഹാഷ് വാല്യൂം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ അവസാനം പറയുന്നത് ഈ 1522 പേജിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് രണ്ടുപേരും, അതായത് PW192ഉം PW216, ഇവർ രണ്ടുപേരും FSL ഉദ്യോഗസ്ഥരാണ്. ഞാൻ അവരുടെ പേരും എന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഈ 2 FSL ഉദ്യോഗസ്ഥരും ഡിപ്പോസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ദേ നെവർ ഡിപ്പോസ് ദാറ്റ് ദ വിഷ്വൽസ് ഇൻ ദ മെമ്മറി കാർഡ് ആർ ആക്സസ് ടാമ്പേർഡ് ഓർ അറ്റൻഡഡ് ആഫ്റ്റർ February 18, 2017 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് കോൺട്രഡിക്റ്റിംഗ് ആണ്. എന്താണ് കോൺട്രഡിക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുശേഷം 2018 January 9, 2018 December 13, 2021 July 19 ആക്സസ് ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് ആ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫയൽ പ്രോപ്പർട്ടീസ്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് വാളിൽ കിടക്കുന്നുണ്ട്. മലയാളത്തിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. വായിച്ച് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. അതിൽ ഞാൻ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫയൽ ആക്സസ്, ലാസ്റ്റ് ആക്സസ് ചെയ്തത് ഡേറ്റ് ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ പോയിന്റ് അല്ല.
അതെന്തുകൊണ്ടാണ് റിലയബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ പോയിന്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ടൂൾസ് കുറെ അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഒരു ലൈവ് മീഡിയത്തിൽ പറയുന്നത് ശരിയല്ലാത്തത് കാരണം ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഫയൽ പ്രോപ്പർട്ടീസ് ലാസ്റ്റ് ആക്സസ് ഡേറ്റ് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതിൽ ക്ലിയർ ആയിട്ട് ജഡ്ജ്മെന്റ് റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻഡിവിജ്വൽ വീഡിയോ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല റൈറ്റ് ഫ്രം ദ ടൈം ഓഫ് കളക്ഷൻ. അപ്പോൾ ഇതില് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള അസസ്മെന്റ് ഞാൻ ഏതാണ്ട് ഒരു 60-70 പേജ് മെമ്മറി കാർഡിനെ കുറിച്ച് മാത്രം തന്നെ ഉണ്ട്. ഞാൻ അത് റിസർച്ച് ചെയ്ത് അത് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെച്ച പോയിന്റ്സ് ചർച്ച ചെയ്യാൻ നമുക്ക് ഈ സമയം പോരാതെ വരും. അപ്പൊ അതിന്റെ ഹൈലൈറ്റ്സ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, admittedly nothing is mentioned on the initial memory card assessment regarding the modalities and precautions to be followed while considering or playing the memory card before the court. അത് either as part of enquiry or trial എന്നാണ് പറഞ്ഞിട്ടുള്ളത്. No directions are also available in the report, അതായത് exhibit P263, regarding the procedure to be followed so as to keep the hash value of exhibit 262, അതായത് മെമ്മറി കാർഡ് ഇൻ 262 intact throughout. Above all, nothing is stated that the hash value will be changed if it is used without write blocker. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇത് ഗൈഡ് ലൈൻസ് FSL വരാത്തതാണോ അതോ ഓൾറെഡി ഒരു ഗൈഡ് ലൈൻ ഉള്ളത് കൊണ്ട് അത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യാത്തതാണോ എന്നുള്ളത് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പൊ ഇതില് FSLന്റെ ഉദ്യോഗസ്ഥരെ വിസ്തരിച്ചപ്പോഴും ക്രോസ് ചെയ്തപ്പോഴും ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഒറിജിനേറ്റ് ചെയ്തത്, അതായത് ഒറിജിൻ സോഴ്സ് എന്താന്നുള്ളത് ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഈ 8 വീഡിയോ ദൃശ്യങ്ങളുടെ ഫയലിന്റെ ഹെഡർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ പാത്ത് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വിൻഡോസ് കമ്പ്യൂട്ടർ ആണെങ്കിൽ C:\my documents അല്ലെങ്കിൽ മൈ ഫയൽസ് അങ്ങനെ ഏതെങ്കിലും ഒരു ഫയലിലോ ഫോൾഡറിലോ ഒക്കെ ആയിരിക്കും സേവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ മെറ്റാ ഡേറ്റയിൽ എംബഡ് ചെയ്തിരിക്കും. അത് ഒരു വിൻഡോസ് മെഷീനിന്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് എന്നാണ് ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ബേസിസിലാണ്, പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷന്റെ ബേസിസിലാണ് ഇത്രയും അസസ്മെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് ഡിവൈസിലാണ്, ഏത് മൊബൈൽ ഡിവൈസിലാണ് ഇത് ഇനീഷ്യലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടത് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. അത് പറയാനുള്ള ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ പറ്റിയിരുന്നില്ലല്ലോ, ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കിട്ടിയില്ലല്ലോ. അതും ഈ അന്വേഷണത്തിലേക്കും അതുപോലെ തന്നെ ഈ ട്രയലിലും തടസ്സമായി വന്നിട്ടുണ്ടോ പ്രോസിക്യൂഷന്? തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. കാരണം ഒറിജിനേറ്റിംഗ് സോഴ്സ് കണ്ടുപിടിക്കാത്ത കാലത്തോളം അതൊരു പ്രശ്നം തന്നെയാണ്. ഇതിപ്പോ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ ഞാനീ പറഞ്ഞില്ലേ ഫയൽ പാത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്നത് C:\my എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറാണ്. അതായത് മൈ ഡോക്യുമെന്റ്സും അങ്ങനെ വലുതായിരിക്കും. അപ്പോൾ അത് ഒരു വിൻഡോസ് മെഷീൻ ആണോ എന്ന് ചോദിച്ചതിന് FSLന്റെ ഉദ്യോഗസ്ഥർ കൺഫർമേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, യെസ് അത് അങ്ങനെ തന്നെയാണ്. ഇത് ഏത് മൊബൈൽ ഡിവൈസിലാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സന്നിഗ്ധമായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ദർ ആർ സം പോയിന്റേഴ്സ്, അതായത് ഇതൊരു ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് Xiaomi അല്ലെങ്കിൽ റെഡ്മി ഈ ഏതോ ഒരു ഫോണിലാണ് ഇത് ഒറിജിനേറ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FSLന്റെ ഉദ്യോഗസ്ഥർക്ക് ഈ വിസ്താരത്തിന്റെ സമയത്ത് അവർക്ക് അതിന്റെ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഡിവിജ്വൽ വീഡിയോ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറാത്തത് കൊണ്ട് ആ ദൃശ്യങ്ങൾ ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എവിഡൻഷ്യറി വാല്യൂ ഓഫ് P262 ഈസ് കൺസിഡേർഡ് ഇൻടാക്ട് എന്നാണ്. ശ്രീമതി ആശ ഉണ്ണിത്താൻ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണല്ലോ മെമ്മറി കാർഡ് ആക്സസ് ചെയ്ത കാര്യം. ജുഡീഷ്യറിയെ പോലും സംശയ നിഴലിലാക്കിയ ഒരു സംഭവമായിരുന്നു അത്. പക്ഷെ അവിടെ ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു നിരീക്ഷണത്തിലേക്കാണ് കോടതി വന്നതും. ആശ കേൾക്കാമോ? രണ്ട് കാര്യങ്ങളുണ്ട് മഞ്ജുഷ്. ശ്രീമതി ആശ വരുന്നതിന് മുമ്പ്
ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ദൃശ്യങ്ങൾ 8 വീഡിയോ ദൃശ്യങ്ങൾ മോഡിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല, എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ വരുന്നുള്ളൂ. അതിന്റെ അർത്ഥം അതിന്റെ ഈ 8 വീഡിയോ ദൃശ്യങ്ങളുടെ എവിഡൻഷ്യറി വാല്യൂ ഈസ് കൺസിഡേർഡ് ഇൻടാക്ട് എന്നാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ ദൃശ്യങ്ങൾ ചോർന്നോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ ആർക്കും പറ്റില്ല. എന്താ കാര്യം അപ്പോൾ എന്ന് അത് വെച്ച് കഴിഞ്ഞാൽ കേസിനെ ഈ ട്രയലിനെ ബാധിച്ചിട്ടേ ഇല്ലല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ പ്രതികൾക്കെതിരായിട്ടല്ലേ വരികയുള്ളൂ. ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രതികൾക്കെതിരായിട്ടല്ലേ വരികയുള്ളൂ. അതാണ് പറഞ്ഞത്. ഇറ്റ് ഡിപ്പെൻസ് ഓൺ വാട്ട് ഈസ് ദർ ഇൻ ദാറ്റ് മെമ്മറി കാർഡ് എന്നതിനനുസരിച്ചിരിക്കും ഏത് സൈഡിനാണ് അത് ടാമ്പർ ചെയ്തു എന്ന് വരുത്തി തീർത്താൽ അഡ്വാൻറ്റേജ് ആവുന്നത് എന്നുള്ളത്. ദാറ്റ് ഈസ് കോമൺ സെൻസ്, റൈറ്റ്? ശരി, ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതിൽ ഈ പ്രേരണ, അതായത് മോട്ടീവ് തെളിയിക്കുക എന്നുള്ളത് കൂടുതലും സാക്ഷിമൊഴികളും അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളും ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടുള്ളതാണല്ലോ. അതിൽ ഈ 4 ഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ വിവരിക്കുക എന്നതിനപ്പുറം പ്രോസിക്യൂഷൻ ഇതിനകത്ത് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം സാക്ഷികളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഹോസ്റ്റൈലായ സാക്ഷികൾ അവിടെയുണ്ട്, ദിലീപിന് അനുകൂലമായിട്ട് മൊഴി നൽകിയ സാക്ഷികൾ ഉണ്ടായിരുന്നു. ഏതാനും പേർ മാത്രമാണ് ഈ കാര്യത്തിൽ ഇരയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ അവരുടെ മൊഴികൾ വിശ്വാസയോഗ്യമല്ലാതെ ഇങ്ങനെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പറയാത്ത മൊഴികളായതിനാൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റാതെ വന്നതോടുകൂടി മെറിറ്റ് തന്നെ അട്ടിമറിക്കപ്പെടുകയായിരുന്നുവല്ലോ. എന്ന് വെച്ചാൽ മെറിറ്റ് തന്നെ ഇല്ലാതാവുകയായിരുന്നുവല്ലോ ഈ മോട്ടീവിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഈ 6 പ്രതികളുടെ ഗൂഢാലോചനയിലേക്ക് മാത്രം കാര്യങ്ങൾ പോകുന്നു. പൾസർ സുനിയും ദിലീപുമായിട്ടുള്ള ഗൂഢാലോചന അതിലൊരു പ്രേരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ മീറ്റിംഗ് ഓഫ് മൈൻഡ്സിന് പോലും ഒരു പ്രസക്തി ഇല്ലാതായി മാറുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടായത്? അല്ല, ഞാൻ പറഞ്ഞത് മോട്ടീവിൻ്റെ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ ഒമിഷൻ സംഭവിച്ചു, 161 പറഞ്ഞില്ല എന്ന് കോടതി പറഞ്ഞതുകൊണ്ട് മാത്രമൊന്നുമല്ല, അങ്ങനെ ആ ഒരു ഫൈൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമൊന്നുമല്ല ദിലീപിൻ്റെ അക്വിറ്റൽ വരുന്നത്. അക്വിറ്റൽ വരുന്നതിന് മറ്റ് തെളിവുകൾ പിന്നീട് കോൺസ്പിറസിയിലേക്ക് ലീഡ് ചെയ്യുന്ന മറ്റ് തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ്. ബേസിക് ഇഷ്യൂ ഇതിനകത്ത് ഒരുപാട് സാക്ഷികൾ ഹോസ്റ്റൈലായിപ്പോയി എന്നതാണ് അടിസ്ഥാന പ്രശ്നം. മറ്റൊരു പ്രശ്നം ഇപ്പോൾ പറഞ്ഞ ഈ സോഴ്സ് പറഞ്ഞ ഇതിനെന്താ പറഞ്ഞത്, പെൻഡ്രൈവിൻ്റെ സോഴ്സിൻ്റെ ഒറിജിനൽ സോഴ്സിനെ കുറിച്ചൊന്നും അതൊന്നും കണ്ടെത്താൻ കഴിയാത്ത ആ എവിഡൻഷ്യറി വാല്യൂവിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ചില കുഴപ്പങ്ങളും അതൊന്നും തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ചോദ്യങ്ങൾക്ക് മറുപടി എക്സ്പേർട്സിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയും. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇത് ഫൈനലി ഒരു കൺവിക്ഷനിലേക്ക് എത്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില അപകടകരമായ സാഹചര്യങ്ങളാണ്. അതൊക്കെ അതെല്ലാം നോക്കാതിരിക്കാൻ ജഡ്ജിക്ക് കഴിയില്ല. അതൊക്കെ ജഡ്ജി നോക്കിയതിന് ശേഷം ജഡ്ജി ഒരു വിധി പറഞ്ഞിരിക്കുന്നു. ആ വിധി എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അത് ഒരാളുടെ ഒരു പ്രിസൈഡിങ് ഓഫീസറുടെ കൺക്ലൂഷനാണ്, അവരുടെ ഒരു കൺവിക്ഷനാണിത്. ഇതൊക്കെ വേണമായിരുന്നു എന്ന് അവർക്ക് തീരുമാനിക്കാം. ഡെഫിനറ്റായിട്ടും നമ്മൾ അപ്പീൽ സ്റ്റേജിൽ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് അതൊന്നും നോക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതിന് തെറ്റൊന്നുമില്ല, അങ്ങനെയൊക്കെ വരാം. ഇതിൻ്റെ കുഴപ്പം ഞാൻ നേരത്തെ പോലീസ് ഓഫീസർ പറഞ്ഞ ഒരു വിഷയത്തിൽ 2 തരം ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാകും. ഇപ്പോൾ പുതിയ ജഡ്ജ്മെൻറ്റ് എടുക്കണോ പഴയ ജഡ്ജ്മെൻറ്റ് എടുക്കണോ എന്ന് ചോദിച്ചാൽ പുതിയതാണ് പ്രിവെയിൽ ചെയ്യുന്നതെന്ന് പറയാം. അവിടെ ഒരു പ്രശ്നമുണ്ട്. ലാർജർ ബെഞ്ചിൻ്റെ ഡിസിഷൻ എടുക്കണോ കുറഞ്ഞ ബെഞ്ചിന് 3 അംഗ ബെഞ്ചും 5 അംഗ ബെഞ്ചും ഉണ്ടെങ്കിൽ 5 അംഗ ബെഞ്ചിൻ്റെ എടുക്കണം. അതുമായി ബന്ധപ്പെട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ പെറുൻ കുറു എന്ന് പറയും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബഞ്ച് ഓഫ് ജഡ്ജ്മെൻറ്റ്സ് ഒരു സൈഡിലും അതിൻ്റെ ഘടകവിരുദ്ധമായ ജഡ്ജ്മെൻറ്റ്സ് മറു സൈഡിലും വെച്ചുകൊണ്ടാണ് വക്കീലന്മാർ കോടതിയിൽ വാദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു പ്രിക്കോഷൻ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഏതെങ്കിലും ജഡ്ജ്മെൻറ്റ് ഈ വിഷയത്തിൽ നമുക്കെതിരാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ജഡ്ജ്മെൻറ്റ് ഉണ്ട് എന്ന് കരുതി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു ഒപ്പീനിയനാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നതിനകത്ത് ഇതിൻ്റെ ചില ലാപ്സസ് ആണ് ഈ പറയുന്നത്. ഈ ലാപ്സസിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മൾ ചർച്ചയിൽ ഒരു പ്രശ്നമുണ്ട്. ഇനിയെ പ്രതികൾ ആ ലാപ്സസ് പ്രതികളുടെ ഗ്രൗണ്ടായി മാറിയേക്കാം ഒരു പക്ഷേ. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു ഒപ്പീനിയന് ഞാനൊരു ലാപ്സ് കണ്ടുപിടിച്ചിട്ട് പറയുകയാണ്, അവർ ശ്രദ്ധിക്കാത്ത ഒരു പോയിൻ്റ് ആയിരിക്കും ഞാൻ പറയുന്നത്. ഈ പറയുന്ന സാധനമൊക്കെ പ്രതിക്ക് അനുകൂലമായേക്കാം, അല്ലെങ്കിൽ ചെറുപക്ഷെ വിക്ടിമിന് അനുകൂലമായി. ഇതൊക്കെ അങ്ങനത്തെ ചില കുഴപ്പങ്ങൾ ഞാൻ പറഞ്ഞു. ജഡ്ജ്മെൻറ്റ് എങ്ങനെയും നമുക്ക് വിമർശിക്കാമെന്ന് പറയുമ്പോഴും ഈ ജഡ്ജ്മെൻറ്റിലെ ചില ഫാക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ വിക്ടിമിന് ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് തടസ്സമാകുമെന്ന് തോന്നുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ ലിമിറ്റേഷൻ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ്. അത് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അതൊന്ന് ശ്രദ്ധിച്ചേ മതിയാവും. കാരണം നമ്മുടെ അപ്പീൽ ഒരു പക്ഷേ ഈ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിരിക്കും അപ്പീൽ ഫയൽ ചെയ്ത് കയറി വരാൻ പോകുന്ന ഡേറ്റ് അതാണ്.
ഇനിയിപ്പോൾ ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ വെക്കേഷനിലോ അല്ലെ വെക്കേഷന് ശേഷമുള്ള ബെഞ്ചിലോ ഒക്കെ ഇത് കയറി വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ശരിയാണ്. ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഇര പക്ഷേ ഇക്കാര്യത്തിൽ കള്ളം പറഞ്ഞു എന്നൊന്നും കോടതി വിശ്വസിക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ആ ജഡ്ജ്മെന്റ് പരിശോധിച്ചാൽ പറയാൻ കഴിയുകയില്ല, ഇല്ലേ? അപ്പോൾ ഇരയ്ക്കൊപ്പം നിന്നില്ല, ഇര കള്ളമാണ് പറഞ്ഞത് എന്ന രീതിയിലേക്കുള്ള ഫൈൻഡിങ്സിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. അങ്ങനെ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ പെർജൂറിക്ക് കേസ് ഇരയ്ക്കെതിരെ എടുത്തില്ല എന്ന് മാത്രം നമ്മൾ സമാധാനിക്കണോ? അതാണോ? അങ്ങനെയല്ല. ഈ കേസിന്റെ ഒരു പ്രത്യേകത നേരത്തെ സാറ് പറഞ്ഞത് ഞാൻ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുന്നു. കൃത്യമായി തന്നെ ഇരയെ വിക്ടിമിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രിക്കോഷൻ, അല്ലെങ്കിൽ വിക്ടിമിന് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രിക്കോഷൻ ആവശ്യമുണ്ട്. ചർച്ചകൾ നടത്തുമ്പോൾ ട്രയൽ ബൈ മീഡിയ ഒരിക്കലും ജുഡീഷ്യറി പ്രോത്സാഹിപ്പിക്കുന്ന സംഗതി ഒന്നല്ല. പക്ഷേ ഫെയർ ക്രിറ്റിസിസത്തിന് നമുക്ക് കൃത്യമായി തന്നെ അവകാശവുമുണ്ട്. ഇത് എന്നും കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഈ എത്രത്തോളം ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസിയും അതുപോലെ തന്നെ ഫെയർ ക്രിറ്റിസിസവും തമ്മിലുള്ള ഒരു യുദ്ധം എല്ലാ കാലത്തുള്ളതാണ്. പക്ഷെ ഇവിടെ ഇപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി അധികം പറയുന്നില്ല. എല്ലാത്തിനും എല്ലാതര ലിമിറ്റേഷൻസും ഉണ്ട്, സ്വാതന്ത്ര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ വലിയ വിഷയം ഇപ്പൊ സംസാരിച്ചത് അതിജീവിതയുടെ കാര്യത്തിലാണ്. അവരോട് ചെയ്ത അതിക്രമം എങ്ങനെയാണ് നമ്മളിവിടെ വ്യാഖ്യാനിച്ചത്? അവരോട് ചെയ്ത റേപ്പ്, കൊട്ടേഷൻ കൊടുത്ത പണികൾ അവര് ചെയ്തു എന്നുള്ളത് കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. കോടതി അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി. അവർ ക്രൂവാലിറ്റി ചെയ്തിട്ടുണ്ട്, അവർ അതിക്രമിച്ചിട്ടുണ്ട്, അവർ റേപ്പ് ചെയ്തിട്ടുണ്ട്, അവർ അത് വീഡിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യവും മനസ്സിലായി. അപ്പോ അതിന്റെ സമയത്ത് കോടതി അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മോതിരം ഉള്ള ഫോട്ടോ അത് പിന്നെ തിരികെ ചേർത്ത പോലെ പറയാം. അതുപോലെ അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ലീഡ് എന്തെങ്കിലും കാരണവശാൽ ഒരു കോൺസ്പിറസിയിലേക്ക് പോകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ മൊഴികൾ, ആ എവിഡൻസുകൾ അത് മാത്രമേ കോടതിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരുന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഈ കുട്ടിയോട് ചെയ്ത അതിക്രമം എല്ലാം വളരെ വ്യക്തമായി കോടതിക്ക് മനസ്സിലാവുകയും എന്നാൽ അതേസമയം ഈ അതിക്രമം ചെയ്യാൻ ഉള്ള മോട്ടീവ് അഥവാ ഇന്റൻഷൻ അത് സ്വയം അങ്ങേർക്ക് തോന്നിയതാണ്, സുനിക്കും ഗ്യാങ്ങിനും തോന്നിയതാണ്. അതിൻ്റെ അകത്തേക്ക് ഒരു കാരണവശാലും ദിലീപിൻ്റെതെന്നല്ല, ഭൂമിയിലെ ആരുടെയും തന്നെ ഒരു കമ്പൽഷനോ അല്ലെങ്കിൽ കോൺസ്പിറസിയോ ഈഡോ അബറ്റ്മെന്റോ യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും ഉള്ള രീതിയിൽ, അതായത് ആരുടെയും കോൺസ്പിറസി അവിടെ വരരുത്. ഒരു കോൺസ്പിറസിയുടെ ലാഞ്ചന പോലും ജഡ്ജിന് മനസ്സിലായിട്ടില്ല. അതിൽ ഒരു കാര്യം, അതൊരു പ്രത്യേക പാരഗ്രാഫിൽ തന്നെ അത് എടുത്തു പറയുന്നുണ്ടല്ലോ. അതായത് ആദ്യം ഗൂഢാലോചന നടത്തിയ സമയം മുതൽ ഈ കൃത്യം നിർവഹിച്ച സമയം വരെ ഇത്രയും കാലതാമസം എടുത്തു. പിന്നെ അബാദ് പ്ലാസയിൽ 2013 നടത്തിയ ഗൂഢാലോചന ഏപ്രിൽ മാസത്തിൽ നടത്തിയതിനു ശേഷം പിന്നെ ഇവർ തമ്മിൽ കാണുന്നത്, ദിലീപും പൾസർ സുനിയും തമ്മിൽ കാണുന്നതും ഗൂഢാലോചന നടത്തുന്നതും പണം കൈമാറുന്നതും 2015 നവംബർ മാസം 1-ാം തീയതിയാണ്. ഏകദേശം 2.5 വർഷങ്ങൾ കഴിഞ്ഞു. എന്തുകൊണ്ട് ഈ ഡിലേ എന്നുള്ള കാര്യം സമർത്ഥിക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷൻ പറഞ്ഞത് പൾസർ സുനി ആ സമയത്ത് വെളിയിലില്ലായിരുന്നു എന്നാണ്, ഒളിവിലായിരുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇവർക്ക് കൂടിക്കാഴ്ച നടത്താനും ഈ കുറ്റകൃത്യത്തിലേക്ക് നയിക്കുവാനുള്ള സമയം കിട്ടിയില്ല എന്നാണ്. പക്ഷേ അത് കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണല്ലോ. കോടതി തന്നെ പറഞ്ഞത് ആ സമയത്ത് കേസുമായി ബന്ധപ്പെട്ട് കോടതികളിൽ കയറിയിറങ്ങി നടക്കുകയായിരുന്നു പൾസർ സുനി. പൾസർ സുനിയുടെ അമ്മ പറഞ്ഞിരുന്നു വീട്ടിൽ പല സമയത്തും വന്നിരുന്നുവെന്ന്. 2 മാസം മാത്രമാണ് ജയിലിൽ കിടന്നത് ആ 2.5 വർഷത്തിന് ഉള്ളിലെന്ന്. അപ്പോൾ അതിനെ അവിടെ വെച്ച് തന്നെ കോടതി ഖണ്ഡിച്ചിരിക്കുകയാണല്ലോ. കോടതി ഖണ്ഡിക്കുക മാത്രമല്ല, പ്രോസിക്യൂഷന്റെ ഖണ്ഡിക്കാവുന്ന വാദങ്ങൾ മാത്രമാണ് കോടതി കണ്ടത്. പ്രോസിക്യൂഷന്റെ വാദത്തിന്റെ നോട്ട് നമ്മൾ കണ്ട് വായിക്കുകയാണെങ്കിൽ അതിൽ കാണാം ഈ പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിക്കുകയും കയ്യിൽ വിവാഹമോതിരം വരികയും നിശ്ചയമോതിരം വരികയും ചെയ്ത കാര്യമൊക്കെ. അപ്പോ ആ വിവാഹത്തിന് മുൻപേ തന്നെ അവരെ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തണം, അല്ലെങ്കിൽ ഇവരെ ഈ രീതിയിൽ ഭയപ്പെടുത്തണം, അല്ലെങ്കിൽ അതിക്രമിക്കണം എന്നൊരു പ്ലാൻ വരുന്നത് അവർ വിവാഹ നിശ്ചയത്തോടെ ആണെങ്കിൽ, അതായത് ഒരു കാര്യം ചെയ്യണം, പക്ഷെ അത് എപ്പോ ചെയ്യണം എന്നുള്ളതിന്റെ ആ ഒരു ടൈം തീരുമാനിക്കുന്നത് പിന്നീടാകാം. അതിൻ്റെ ഉള്ളിൽ ഇവരുടെ വിവാഹം ഒരു കാരണമായി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു കാലം ഈ സമയമാവാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് കാലതാമസം ഉണ്ടാവുകയല്ല ശരിക്കും ചെയ്തത് എന്താ വെച്ചാല് കൃത്യമായി തന്നെ പൾസർ സുനി ഫ്രീ ആവുക,
അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ വിവാഹത്തോടു കൂടി ഈ പെൺകുട്ടി ഈ മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുപോയി മറ്റൊരു സംസ്ഥാനത്തോ മറ്റൊരു ഇതിലോ ജീവിതമായും പോകുമ്പോൾ ഇവരുടെ ഓരോ ദിവസത്തെയും ട്രാക്ക്, ഇവരെങ്ങോട്ടാ പോണേ, എങ്ങോട്ടാ വരണേ, ഒന്നും കൃത്യമായിട്ട് അളക്കാൻ പറ്റാത്ത രീതിയിൽ കൈവിട്ടു പോകും, മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് പോകും. അപ്പൊ അതൊക്കെ ഒരു കാരണമായിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ വന്നത്. ഇവിടെ ജഡ്ജ്മെന്റിൽ ഏതൊക്കെ എടുത്ത് ചർച്ച ചെയ്യണമെന്നുള്ളത് ജഡ്ജിന്റെ മാത്രം ഡിസ്ക്രിപ്ഷനാണ്. അപ്പൊ ജഡ്ജിന് തോന്നിയ ഒരു ഡിസ്ക്രിപ്ഷൻ, ജഡ്ജിന് മനസ്സിലാക്കിയ ഡിസ്ക്രിപ്ഷൻ, അവൈലബിൾ ആയ നമ്മളുടെ പൾസർ സുനിയുടെ അവൈലബിലിറ്റി മാത്രമാണ് ജഡ്ജിന് അവിടെ ഒരു വിഷയമായത്. അങ്ങനെ നോക്കുമ്പോൾ കോടതി കയറി ഇറങ്ങുന്ന ആൾക്ക് അടുത്തൊരു കേസും കൂടി വെച്ച് കൊടുക്കട്ടെ എന്നും അയാളും വിചാരിക്കില്ല, എനിക്ക് മറ്റൊരു കേസ് ഇരിക്കട്ടെ എന്ന് വിചാരിക്കില്ല. കാരണം കോടതിയിൽ നിന്നും പോലീസിന്റെ ഒക്കെ കണ്ണിൽ നിന്നും ഞാൻ വിട്ടുനിന്ന് ഞാനൊന്ന് ഫ്രീ ആയിട്ട് വേണം അടുത്ത ഒഫൻസ് ചെയ്യാൻ തന്നെ സാധാരണ ക്രിമിനലുകൾ ചെയ്യാറ്. ക്രിമിനോളജി പഠിച്ച് എനിക്കും ഫീൽ ചെയ്യുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ക്ലിയർ ആണ്. ഞാൻ എല്ലാ കെട്ടുപാടിയിൽ നിന്ന് മാറി, ഇപ്പൊ എനിക്ക് എന്റെ മേലെ പോലീസിന്റെ നിരീക്ഷണം ഇല്ല, ഞാൻ ഫ്രീ ആയി എന്ന് പറഞ്ഞു വരുന്ന സമയവും ഈ പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയവും ഒന്നായതുകൊണ്ടാണ് ആ സമയത്ത് ദ യൂണിറ്റി ഓഫ് ടൈം ആൻഡ് പ്ലേസ് ഹാപ്പൻഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ വിധിന്യായത്തിൽ മറ്റൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് പൾസർ സുനി അവൈലബിൾ ആയിരുന്നു, പക്ഷേ എന്തുകൊണ്ട് ആ സമയത്ത് കൃത്യം നടത്തിയില്ല? അപ്പോൾ പ്രോസിക്യൂഷന്റെ വീഴ്ചയായിട്ടാണ് കാണുന്നത്. പ്രോസിക്യൂഷൻ പറഞ്ഞ വാദങ്ങൾ തള്ളിക്കളയുകയായിരുന്നു. ശ്രീ സക്കറിയ ജോർജ്, ഈ രീതിയിലാണ് ഈ വിധിന്യായത്തിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങളെ നിരാകരിച്ചിരിക്കുന്നത് കോടതി. അപ്പോൾ ഇനി ഒരു അപ്പീലിനുള്ള സാധ്യതകൾ എത്രമാത്രം താങ്കൾ കാണുന്നുണ്ട്? നമുക്ക് ഈ ക്രൈമിനകത്ത് ഒരു പ്രിൻസിപ്പൽ കോൺസ്പിറേറ്റർ ഉണ്ടോ? ഈ പൾസർ സുനി എന്ന് പറഞ്ഞ ഒരാള് അയാൾ ഒരു ഹീനസ് ക്രൈം കാണിക്കുവാണെങ്കിൽ അയാൾ അന്നേരം ആ വണ്ടിക്കകത്ത് വെച്ച് ഒരു ഫിസിക്കൽ ക്രൈം, സെക്ഷൽ ക്രൈം കാണിച്ചതിനേമായിരുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും വൈറ്റൽ സെക്ഷൽ ക്രൈം ചെയ്തതിനേമായിരുന്നു. അപ്പൊ കുട്ടി സിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇത് പറഞ്ഞ് വീഡിയോ പിടിക്കും. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് കോടതിയും കണ്ടുപിടിക്കണം, പോലീസും കണ്ടുപിടിക്കണം. പിന്നെ മൊബൈൽ പോയി, ആദ്യത്തെ എടുത്ത മൊബൈൽ കളഞ്ഞു. ഇപ്പൊ എത്രയോ കേസ്, വ്യാജരേഖ കേസിനകത്തെ കമ്പ്യൂട്ടർ പ്രിന്റർ നശിപ്പിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് ശശീന്ദ്രൻ കേസിനകത്തെ ലാപ്ടോപ്പ് പോകുന്നു. ഹോട്ടൽ 18-ലേത് ഈ ഗാഡ്ജറ്റ്സ് നഷ്ടപ്പെടുന്നു. ഇങ്ങനെ എല്ലാം കളയുമ്പോൾ ഇതിന് എന്താ കോടതി കോസിംഗ് ഡിസപ്പിയറൻസ് ഓഫ് എവിഡൻസ് ഡിസ്കസ് ചെയ്യണ്ടേ? അത് നിസാരമാണോ? ഇങ്ങനെ ആൾക്കാർ എവിഡൻസ് നശിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കത്തില്ലേ? ഫ്രീ ഫോർ ഓൾ അല്ലേ? ഒരു ഏറ്റവും വലിയ കാര്യം നശിപ്പിച്ച് കളഞ്ഞാൽ എനിക്ക് കാര്യത്തിൽ ദുഃഖം കൂടെ ഉണ്ട്. ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ വന്നപ്പോഴേ ഒരു അണ്ടർ വാട്ടർ ഡ്രോണ് കൊണ്ട് ഒരു പുതിയ കമ്പനി വന്നായിരുന്നു. ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ എടുത്തില്ല. കടലിൽ എവിടെയെങ്കിലും എടുത്ത് ചാടിയാ പോരാ, അതുപോലുള്ള പിന്നെ നിയോ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് മൊത്തം അരിച്ചു പറിച്ചു നോക്കണം. ചിലപ്പോൾ സീബെഡില് കായലിന്റെ അടിത്തട്ടില് എവിടെയെങ്കിലും കാണും, അത് എടുത്ത് വേണം. എങ്കിലേ സൈബർ എക്സ്പേർട്സിന് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റുള്ളൂ. അത് എടുത്തു കൊടുക്കേണ്ട ജോലി പോലീസിന്റെയാണ്. അതിനെപ്പറ്റി പരാമർശിക്കേണ്ടത് ട്രയൽ നടത്തുന്ന കോടതിയുടെ ഉത്തരവാദിത്വമാണ്. നമുക്ക് ഇതൊന്നും നിസ്സാരമായിട്ട് വിടാൻ പറ്റില്ല. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, വെൻ യു വെയർ യു നോ വെയർ ദ ഷൂ പിഞ്ചസ്. ഇത് അനുഭവിക്കുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഇതിന് നീതി പുലർത്തണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അംബിക പ്രസാദ് ജഡ്മെന്റ് അകത്ത് പറയുന്നുണ്ട്, സൊസൈറ്റി ഇതെല്ലാം ചിന്തിക്കുവാണ്. നാളെ കുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പേടിയായിരിക്കും. കാര്യം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് എല്ലാം രക്ഷപ്പെട്ടു പോകും. അപ്പൊ എന്ത് പറ്റുന്നു ഇവിടെ? ഇവിടെ പറ്റുന്ന എന്താണ്? ദ ലോ ഗ്രൈൻസ് അപ്പ് പുവർ ആൻഡ് ദ റിച്ച് മാൻ റൂൾ ദ ലോ. ഇങ്ങനെ വരാൻ പാടില്ല. ഇതിനല്ല നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് അവരുടെ ജീവിതം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലി കഴിപ്പിച്ചത്. നമുക്ക് വേണ്ടത് മഹത്തരമായ ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. അതിനുമുമ്പ് ശ്രീ സംഗമേശ്വരൻ മാണിക്യം, ഒരു കാര്യം കൂടി, ഇതിനകത്ത് ഈ ടാമ്പറിംഗ് നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ടാമ്പറിംഗ് ഉണ്ട് എന്ന് വരികയാണെങ്കിൽ ആണല്ലോ ഈ പ്രതികൾക്ക് വേണമെങ്കിൽ പറയാം അത് ടാമ്പർ ചെയ്ത തെളിവാണ്, അത് കോടതി തെളിവായിട്ട് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ കൂടുതൽ സാധ്യത പ്രതികൾക്കായിരുന്നുവല്ലോ. അപ്പോൾ ഈ ദിലീപ് തന്നെ ഇത്തരത്തിൽ ഈ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടത്തി എന്നായിരുന്നല്ലോ ആ സമയത്തൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളല്ലേ സംഭവിച്ചത്? ശ്രീ സംഗമേശ്വരൻ, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷെ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് 8 വീഡിയോ ദൃശ്യങ്ങൾ ഹാസ് നോട്ട് ബീൻ ടാമ്പേർഡ്. അതായത് ടാമ്പേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് എന്താണ് മാറ്റർ ചെയ്യുന്നത്? ആ 8 വീഡിയോ ദൃശ്യങ്ങളാണ്. 8 വീഡിയോ ദൃശ്യങ്ങളും എഡിറ്റ് ചെയ്തോ മോർഫ് ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഇൻഡിവിജ്വൽ ഹാഷ് വാല്യൂ, അതായത് മെമ്മറി കാർഡിന് 2 ടൈപ്പ് ഹാഷ് വാല്യൂ ഉണ്ട്. ആക്സസ് ചെയ്തിട്ടുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, എന്നാണ് അതിനകത്ത് എതിർപ്പുള്ളത്? അല്ല, എനിക്ക് അതിൽ തന്നെ എതിർപ്പുള്ളത്.
എനിക്കിപ്പോൾ അവസാനം സെക്രട്ടറി പറഞ്ഞ പോയിന്റ് എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ പറയുകയാണ്. എത്ര നമ്മൾ ജഡ്ജ്മെൻറ്റ്സിൻ്റെ ഏതെല്ലാം പോയിന്റ്സ് എടുത്ത് നമ്മൾ വായിച്ചിട്ട് പോയാലും ശരി, ഒരു ജഡ്ജി ഒരു വിധി എഴുതണമെങ്കിൽ ആ ജഡ്ജി പരിശോധിക്കേണ്ടത് അവരുടെ അവൈലബിളായ എവിഡൻസസും അവരുടെ രേഖകളും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജിയുടെ കൺവിക്ഷൻസുമാണ് ഇമ്പോർട്ടൻറ്റ്. അത് പാടില്ല എന്നൊരു പബ്ലിക് ഹ്യൂ ആൻഡ് ക്രൈയുടെ പേരിൽ അത് പാടില്ല എന്ന വാദത്തോട് യോജിക്കാൻ കഴിയില്ല. അത് തെറ്റായ കാര്യമാണ്. അത് വിധി തെറ്റാണെങ്കിൽ നമുക്ക് അപ്പീലിൽ ഇത് നേരെയാക്കാനുള്ള പ്രൊവിഷനുണ്ട്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കും. തിരുത്തപ്പെടും. ശരി, സംഗമേശ്വരൻ മാണിക്യം, താങ്കൾ പറഞ്ഞത് കണ്ടിന്യൂ ചെയ്തോളൂ. ഞാനിത് പറയുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ ഇഫ് അതിനകത്തൊരു അപാകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം നോട്ട് എൻഡോഴ്സിംഗ് ഇറ്റ്, ഐ ആം അഗെയിൻസ്റ്റ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു മഞ്ജുഷിന്റെ മുമ്പിൽ. ഓക്കെ, അതിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞത്, അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, റിപ്പോർട്ടിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 8 വീഡിയോ ദൃശ്യങ്ങളിൽ ഹാഷ് വാല്യൂ, ആ വീഡിയോ ദൃശ്യങ്ങൾ ഫയലുകൾ 8 ഫയലുകളുടെ ഇൻഡിവിജ്വൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ. 8 വീഡിയോ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല, പക്ഷേ വോള്യത്തിന്റെ ഹാഷ് മാറിയിട്ടുണ്ട്. സോ വോള്യത്തിന്റെ ഹാഷ് മാറിയത് കൊണ്ട് മെമ്മറി കാർഡ് ഹാസ് ബീൻ ആക്സസ്ഡ്. നൗ എങ്ങനെ ആക്സസ് ചെയ്തു? റൈറ്റ് ബ്ലോക്കർ യൂസ് ചെയ്ത് ആക്സസ് ചെയ്തിരുന്നുവെങ്കിൽ ഹാഷ് വാല്യൂ മാറില്ല. അപ്പോൾ റൈറ്റ് ബ്ലോക്കർ യൂസ് ചെയ്യാതെയാണ് ആക്സസ് ചെയ്തത് എന്നുള്ളത് തീർച്ചയായിട്ടും അനുമാനിക്കാവുന്നത് വേറൊരു പോയിന്റ് ആണ്. അതെ, അതായത് 8 വീഡിയോന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഈ സ്ത്രീയുടെ നേരെ നടത്തിയ അതിക്രമം അങ്ങനെ തന്നെ വീഡിയോ ചെയ്തത് അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ 8 വീഡിയോ ആളുകൾ കണ്ടില്ല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പല രീതിയിൽ കാണാലോ. കണ്ടു എന്നാണ്. കാണുന്ന ആൾക്കാർക്ക് വേറൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാതെ തന്നെ വേറെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് പകർത്താനും പറ്റും. ഇവിടെ ഫണ്ടമെന്റൽ റൈറ്റ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവിടെയാണ്. കണ്ടു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ശരി, നന്ദി. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ദിലീപിനെ വെറുതെ വിട്ടത് പ്രോസിക്യൂഷന്റെ പരാജയമോ? അതേ എന്ന് 71% പ്രേക്ഷകർ, അല്ല എന്ന് 24%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.